നല്ല 5 തരത്തിലെ ഡെവലപ്മെന്റ് പറയാറുണ്ട്. 5 പെർഫെക്റ്റ് നമ്മുടെ കുട്ടി പെർഫെക്റ്റ് ആവുള്ളൂ. കുട്ടിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, പ്രസവിച്ച് നോക്കുമ്പോൾ കാലില്ല. നോക്കുകയാണെങ്കിൽ 30% കേരളത്തിൽ തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റി പോയി കൊണ്ടു. അവിടെ സൈക്കോളജി ബ്രാഞ്ച് ഉണ്ട്. ഈ ഡിസ്ട്രിക്ട് ബാധിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പഠന വൈദ്യമില്ല, എന്താ പേര്? ഡിസബിലിറ്റി, ലേണിംഗ് ഡിസബിലിറ്റി, എൽഡി ഡിസ്ട്രിക്സിന്റെ വേറെ ഭാഗം, ഡിസ്പ്രാക്സിയ, ഡിസ്പ്ലാസിയ. ഞങ്ങളുടെ ക്ലാസ് പിന്നെ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് അവിടെ ഇവിടെ അയച്ചങ്ങളെ എന്താ ഡിസ്ട്രിക്സിയ, എന്താ ഡിസ്പ്രാക്സിയ, എന്താ ഡിസ്കാൽക്കുലിയ. ഉമ്മ അപ്പോഴും കുട്ടിയെ തല്ലാണ് അമ്മ ചെയ്യാ, പഠിച്ചിട്ട് പഠിക്കില്ല. ഡിസ്കാൽക്കുലിയ കണക്കൂട്ടാൻ കുട്ടിക്ക് അറിയില്ല. അത്ര കണക്ക് തോൽക്കാണ്. ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് വായ്പ കൗൺസിലർ സാറിന്റെ വാല്യൂ അന്തമല്ല. ഞാൻ ചോദിച്ചു ഇത് 3 കുടികൾ ചെല്ലിക്കാറുണ്ട്. +2 കഴിഞ്ഞ കുട്ടി 3 കുടികൾ അറിയില്ല. ഒരു 3 കൂട്ടണം കണ്ടോ. ഇതൊക്കെ എങ്ങനെയാണ്? ജന്മനാൽ വയറിൽ ഉണ്ടാവുന്ന, ഗർഭത്തിൽ ഉണ്ടാവുന്ന സംഗതികളാണ്. അത് കാരണം അമ്മായിമാനെ കുത്തുവാക്ക്, നാത്തൂന്റെ പോരെ, ഭർത്താവിന്റെ തല്ലല്, അമ്മോഷാകര ചീത്ത പറച്ചില്, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് ഒരു ഫോൺ വിളി, ഒളിപ്പിച്ചതൊക്കെ. അതാണ് നിരാശ, ദുഃഖം, സങ്കടം, ഭയം, വെറുപ്പ്, വഞ്ചന, ചതി, ഒളിപ്പിച്ചക്കൽ, പ്രണയം. എന്തൊക്കെയാണ് നെഗറ്റീവ് എന്നത്. ഇത് നമ്മളൊരു 1 മണിക്കൂർ ഗർഭകാലത്ത് ഇങ്ങനെ ആലോചിച്ചോ, നിങ്ങളുടെ കുട്ടിയിലേക്ക് വരും. ചെന്നൈത്തെ പ്രസ്ഥാന ഡോക്ടറുകളൊക്കെ പറഞ്ഞതാണ്, ഗർഭിണിയായ സ്ത്രീ ഗർഭാവസ്ഥയിൽ എന്നും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ കരയിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന സീരിയൽ കാണുകയാണെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി 7-8 കരഞ്ഞുകൊണ്ടിരിക്കും എന്ന്. ഇപ്പൊ 4-5 വയസ്സായ കുട്ടികളെ ചിലപ്പോൾ മതം കൗൺസിലുള്ളൂ. കുട്ടി വേണ്ടാത്തത് ചെയ്യാണ് ചെറുപ്പകാലത്ത് തന്നെ. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഗർഭകാലത്തുള്ള സിനിമ ഉണ്ടെന്ന് ചോദിച്ചു. എന്ത് സിനിമ ഉണ്ട്? BF സീഡിയാണ് ചോദിച്ചു. കുട്ടി 5 ദിവസം തുടങ്ങി, 5 വയസ്സാകുമ്പോൾ തന്നെ. അതാണ് 10 ഗുണം 10 ഗുണം. നോക്കി നിങ്ങളെ, ഞാനൊക്കെ കർഷക വീട്ടിൽ ജനിച്ച ആളാണ്. തെങ്ങുമങ്ങൽ കാര്യം സുകുമാരനാണ് ഞങ്ങൾ കണ്ടിട്ടാണ്. തെങ്ങുമങ്ങൽ കാര്യം ഒരു വാപ്പ പറയും, സുകുമാര ആ തെങ്ങുമത്തെ കൊല നിരത്തിക്കിടരുതേ എന്നാണ്. എന്തിനാണ്? അത് വിത്ത് കിടന്നത്. എന്തിനാണ്? അതൊരു കാരമലൂടെ കൊല ഇങ്ങനെ ഡ്രോച്ച് ഇറക്കാറാണ്. ഇവിടെ അങ്ങനെ തേങ്ങാട് കുളത്തിലിട്ട് പിന്നെ മണ്ണും മണലൊക്കെ വരികയൊക്കെ റെഡിയാക്കി വെച്ച് ഒരു ഓലക്കൊഴ തുരുമ്പ് പോലില്ലാതെ കറക്റ്റായിട്ട് വെച്ച് അതിലാണ് ഇതിന്റെ അപ്പം മിക്കവാറും മരിക്കണ വരെ ഒരു 500-1000 തഞ്ച് എല്ലാ കൊല്ലം വെക്കാനുണ്ട്. കുറച്ച് സംഭവം വെക്കാനും ഒരു വിൽക്കാനൊക്കെ. ആ വിത്തിലൊക്കെ ശ്രദ്ധിക്കുന്നു. അത് നിലത്തേക്ക് ചാടിയാൽ തേങ്ങ ഇടകുന്ന അപ്പൊ പറയാറ്, തേങ്ങ ചെയ്ത നല്ല വിത്താവില്ല. ഉണ്ടാവും ചെയ്യും. നമ്മളെ കുട്ടികളിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ കർഷകരെ പഴയ കാലത്ത് പിന്നെ അതാ അടുത്ത വിശ്വനാഥിക്ക് മഴ പെയ്യൂ, അത് ഇടവപ്പാതി മഴ പെയ്തു. അപ്പൊ കാണാൻ 10,000 നെല്ല് വെള്ളക്കൊട്ട നെല്ലെടുക്കും. ആ നെല്ലെടുത്തിട്ട് മഞ്ഞത്തിടും, ഇടാന്ന് നനക്കും. എങ്ങനെ നല്ല നനച്ചിട്ട് ചെമ്പിലെ നനച്ചിട്ട് ചാണകവും വെള്ളമൊക്കെ നനച്ചിട്ട് നല്ല മുളയുടെ കൊട്ടയിൽ അടിയിൽ വൈക്കോലും വാഴയൊക്കെ വെച്ചിട്ട് നനച്ചിങ്ങനെ ഇടും. നനഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ആ ചണത്തിന്റെ ചാക്കും വൈക്കോലൊക്കെ അടുക്കി വെച്ചതിന്റെ മുകളിൽ കല്ലടുക്കി വെക്കും. ഓരോ ദിവസം 2 നേരം നനക്കും. ഫ്രഷ് വാട്ടർ. ഇത് വലിയ മനസ്സാവും. അത് ഇതിന്റെ ഓർമ്മയുണ്ട്. ടാങ്കിത്തെ വെള്ളം ഉപയോഗിക്കുകയോ എടുക്കൂല. എന്റെ വീട്ടിലത്തെ കിണർ ശേഷം 50 മീറ്റർ ദൂരം ഇവിടെ ഉമ്മ അവിടുന്നാണ് കോഴിക്കൊണ്ടുവരിക. മനെ ടാങ്കിത്തെ വെള്ളം വിത്തിന് പറ്റൂല, കോഴിക്കൊണ്ടിരുന്നാലേ. നമ്മളിത് കുട്ടി കൊടുക്കുന്ന വെള്ളം ആലോചിച്ചാൽ ഏതോ പ്ലാസ്റ്റിക്കിന്റെ വെള്ളം എടുക്കാറുണ്ട്. വിത്തിന് വരെ ഇവിടെ ആ വിത്ത് 3-ാം ദിവസം മുളച്ചു. അപ്പോൾ നില ശരിയാക്കിയിട്ടുണ്ടാവും. നല്ല ചാണകവും തോലൊക്കെ ഇട്ട് നല്ല നില ഒഴുത് അത് പോത്തിനെ കൊണ്ടൊക്കെയാണ് നില ഒഴുത് റെഡിയാക്കി ചപ്പുളിയോ മറ്റോ ഒക്കെ ക്ലിയർ ആക്കി ഒരു കുണ്ടുകുഴി ഉണ്ടാക്കാൻ വളരെ ക്ലിയറായിട്ട് വടിച്ച് റെഡിയാക്കി. അപ്പൊ ഈ വിത്തിന്റെ കൊട്ട തൊടുന്നു പൊട്ടും. എവിടെ അണ്ടർലൈൻ ചെയ്യണം? പൂമുഖത്തെ. മുറ്റത്തല്ല, അടുക്കളയിലല്ല, വിത്തിന്റെ സ്ഥാനമാണ്. പൂമുഖത്ത് കൊടുത്തിട്ട് അത് ഷഫിൾ ചെയ്യും. അതിന് ആ കട്ടൊക്കെ വേർതിരിച്ച് ചാതി കൊണ്ട് കിട്ടാൻ ആ സ്ഥലത്ത് ഇങ്ങനെ വെത്തറും. എന്നിട്ട് ഓരോ ദിവസം 2 നേരം ആ വെള്ളം കൂടാനും പറ്റില്ല, കുറയാനും പറ്റൂല. വിത്താണ്. നമ്മളെ കുട്ടികളോ ചിലന്മാരൊക്കെ കുട്ടി നോക്കാൻ വേണ്ടി അത് ഉറങ്ങൂല. അറിയാതെ ഞാനും മുല കൊടുക്കുമ്പോ അമർന്നാലോ ഉറങ്ങാതെ സ്ത്രീകളുണ്ട്. ചില ഗുരുവായിട്ട് കൊണ്ടുപോയിക്കൊണ്ടാണ് പെട്ടെന്ന് നോക്കാൻ പറ്റില്ല കുട്ടികളെ. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെയാണത്. അത് ഞാൻ തമാശ പറയട്ടെ.
നമ്മുടെ മലപ്പുറം ജില്ലത്തെ അല്ലെങ്കിൽ മലബാറിലെ സ്ത്രീകൾ മാത്രമാണ് പ്രസവിച്ച് കഴിഞ്ഞാൽ തടിക്കുന്ന സ്ത്രീകൾ. നമുക്ക് ഓർമ്മ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു കോഴി നടക്കുമ്പോൾ ഉമ്മ പറയും ഞാൻ നടക്കണം, അതിന്റെ പൊരുത്ത് കഴിഞ്ഞിട്ട് ഇറച്ചി ഉണ്ടാവില്ല. എല്ലാ ജീവികളും പെറ്റിച്ച തടി കുറഞ്ഞ ചെയ്യൽ. നമ്മളെ മലപ്പുറത്തെ സ്ത്രീകൾ പെറ്റിച്ച തടി കൂടാൻ എവിടെ പ്രശ്നമല്ലേ? നിങ്ങളുടെ ഏതെങ്കിലും ജീവികൾ പട്ടികളൊക്കെ പൂച്ചകൾ പട്ടികളൊന്നും പെറ്റി കിടക്കുന്നതാണ്. സിംഹമൊക്കെ നമ്മളെ ആളുകൾ ഗർഭം 6 മാസം 2 മാസം ആകുമ്പോൾ ബുക്ക് ചെയ്യും. നിൽക്കാൻ ആളെ കിട്ടിയോ? അമ്മമാരെ പറ നിൽക്കാൻ ആളെ കിട്ടിയോ? അതിനെ കിട്ടണോ? കാരണം ആശുപത്രിക്കാരെ കിട്ടിയ ഇതൊക്കെ പെണ്ണ് വന്നില്ലെങ്കിൽ ബേജാറാ. ഇത് വരാൻ അമ്മായി മാറ്റാം. കാരണം 4 നോക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ 4 നിർദ്ദേശിക്കേ. ഈ ബേജാറിനെ നടക്കാനാണ് ഭയങ്കര കുത്തിവശത്ത് മിതുമായ ആളുകളിലേക്ക് അപ്പുറം പോകുന്നത്. ആ കുട്ടിയിൽ നിന്ന് ആ സ്ത്രീകൾ വിട്ടോട്ട് 2 ദിവസം എത്ര ദിവസം കഴിഞ്ഞിട്ടില്ല വെജി പ്രസവിച്ച അല്ലെങ്കിൽ പ്രാപ്തിയായി കാണാം. ഇക്കാളുകളില്ല. അപ്പോൾ തുടങ്ങും മുത്തച്ഛിന്റെ കുട്ടികളുടെ മനസ്സ് പരീക്ഷ അങ്ങനെ വല്ല പോകണത് കുട്ടികളെ അനിയത്തി ജ്യേഷ്ഠത്തിൽ സ്വന്തം ഉമ്മവനെ ഞാൻ നോക്കും എന്റെ മകളുടെ കുട്ടിയെ, ഞാൻ നോക്കും എന്റെ അലേക്ഷന്റെ കുട്ടിയെ, ഞാൻ നോക്കും എന്റെ മകളുടെ കുട്ടിയെ എന്നുള്ള ഒരു പെണ്ണ് വരുന്നില്ല. അങ്ങനെ അവിടെ കിട്ടും ഇവിടെ കിട്ടും. ചാകട നമ്മൾ കട വെച്ച് നോക്കി ഇവിടെ കിട്ടുന്ന നോക്കി മുന്നോട്ട് വേറെ സ്ഥലത്ത് നടക്കിട്ട് നോക്കി ആ കുട്ടിയെ തലക്കാൻ ആസ്വദിക്കും. ഇതൊക്കെ ആ സ്ത്രീ അനുഭവിക്കുന്നത് ആ ലേബർ കൂടി കിട്ടോ. കാരണം ഉമ്മാനെ വാക്ക് മനസ്സിലാവും. നിൽക്കാൻ കിട്ടിയില്ല, ഏൽപ്പിച്ച പെണ്ണ് വരുന്നത്രേ, അതിന് പനിയാത്രേ. നോക്കി നിങ്ങൾ കുട്ടിയുടെ കേട്ടോ. അവിടെ കുട്ടിക്ക് എന്ത് കിട്ടുന്നതാണ് നിങ്ങളുടെ വികാരം. അപ്പോഴാണ് ഉമ്മ മുല കൊടുക്കുന്നത്. അപ്പൊ ഉമ്മാക്ക് ടെൻഷനായി. ആ മുലപ്പാൽ ശരിയാവില്ല. എപ്പോഴാണ് പശു പാലിറക്കാറ്? പശുക്കറിയാം എപ്പോഴാണ് പശു പാലിറക്കുക? എന്റെ കുട്ടിയെ സ്നേഹത്തോടു കൂടി നടക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് പാലിറക്കുള്ളൂ. നമ്മളെങ്ങനെ കുട്ടി പാലെടുക്കുന്നു? നിങ്ങൾ ഇനി ഒരു 6 മാസമായ കുട്ടി, 6 മാസമായി ഞാൻ ഗർഭാലം എന്ന് പറയാം. 6 മാസമായ കുട്ടി അല്ല 1 വയസ്സായ കുട്ടി. അപ്പൊ മൊത്തത്ത് വെക്കും, ഒരു ചോറൊക്കെ ഒന്ന് കൊടുക്കും. അപ്പൊ ചോറ് കൊടുക്കുമ്പോ കുട്ടി ചോറ് വെക്കാൻ അങ്ങനെ മടിക്കും. അപ്പം നമ്മൾ അടുത്തിട്ടിരിക്കെ കുട്ടി അപ്പോഴും പേടിയാറ്റി. കുട്ടിക്ക് ഫിക്സ് വരും, അപസ്മാരം വന്നാൽ 14 കൊല്ലം മരുന്ന് കൊടുക്കുന്നതാണ്. അതിന് പാമ്പ് വരും. മിക്കവർക്കും പാമ്പിനെ പേടിയാണ്. പേടിച്ച് 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 അവസാനം കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ ഭർത്താവ് വരിക. പെണ്ണ് ബിടെക്ക്, ഭർത്താവ് ബിടെക്ക്. ആദ്യ രാത്രി ഭർത്താവ് അരികിലേക്ക് വന്നപ്പോ ഭാര്യ തൊട്ടുള്ളൂ. സ്നേഹത്തോടെ തുടർന്ന മനുഷ്യനെ ഭാര്യ തൊഴിലോട് കൂടി പോയതൊന്ന് ഓടിപ്പോയ പെണ്ണിന്റെ കൗൺസിൽ വന്നു. സാറേ എനിക്ക് ഭർത്താവ് തൊട്ടപ്പോ പാമ്പ് തോന്നിയതാണ്. കുട്ടി നല്ല ബിടെക്ക് അടിച്ച കുട്ടിയാളാ. അവന്റെ ചെറുപ്പകാലത്ത് പാമ്പ് 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 പേടിപ്പിച്ചു. ഭയം കൂട്ടി നിറയ്ക്കരുതെന്നാണ്. ഭയം കൂടാത്ത മനസ്സാതായിക്കണത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു അത് നിർഭയരായി മുന്നോട്ട് പോവുക. സ്വാമി വിവേകാനന്ദൻ, ടാഗോർ അള്ള പറയുന്നു വഹാദൽ ബലദിൽ അമീൻ. ഇതൊക്കെ നമുക്ക് ഉണ്ടായിട്ടു. അപ്പൊ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ പേടിപ്പിച്ചു. അണ്ണാച്ചി, പാമ്പ്, ഭ്രാന്തം എന്തൊക്കെ തിന്നാല് കുട്ടി ആ പേടിന്റെ എടുക്കുന്ന അറിയാൻ ആലോചിച്ചു. 2 ഒരു 6 മാസമായ കുട്ടികളൊക്കെ പിന്നെ അങ്ങനെ വീട്ടിലിങ്ങനെ കളിക്കുകയാണ്. കുട്ടി മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ അപ്പിട്ടു. അപ്പൊ കരയിൽ തുടങ്ങി, അല്ലെങ്കിൽ ഉടുമ്പ് പഠിച്ച് കരയിൽ തുടങ്ങി, അല്ലെങ്കിൽ വിഷന്നിട്ട് ഇമ്മ അടുക്കളയിൽ അവിടെ ഇങ്ങനെ പാത്രം കഴുകുക, പണിക്കാരുണ്ടാവും, ചോറൊക്കെ ചെയ്യണ്ടാവും. അപ്പൊ ഈ അമ്മായിമ്മ ഉണ്ടാവും, അല്ലെ സ്വന്തം അമ്മയോ അല്ലെ അമ്മായിമ്മയോ. മഴ ആ കുട്ടി കരയുണ്ട്, ആ കുട്ടിക്ക് മുല കൊടുത്തിട്ട് മതി എന്റെ പാത്രം കഴുകി വെക്കാൻ. അപ്പൊ അമ്മ അവിടെ കൂടി പറയല, ഞാൻ 3-4 പാത്രം കഴുകാൻ അവിടെ പണിക്കാരൊന്നുമില്ല, ഞാൻ മാത്രം പണിക്കാരുള്ളൂ, അപ്പത് കൂടി ചാവുന്നില്ലോ. ഇതൊക്കെ പാടായിട്ട് പീരീഡ്. അപ്പോഴും കുട്ടി കരയുമ്പോൾ ഈ ഉമ്മാക്ക് ഇഷ്ടം ഉണ്ടാവില്ല. സ്വന്തം അമ്മാരെല്ലാം അമ്മമാരെ കുട്ടികളെ ഇഷ്ടപ്പെടില്ല. നേരെ ചെല്ലും മരോടത്തേക്ക് അല്ലെങ്കിൽ മാനത്തേക്ക് അടിക്കാൻ പാത്രം കുട്ടി മരെടുത്ത അപ്പോണ്ടാവും സ്ത്രീ വേറെ പ്രശ്നം. അപ്പൊ ബാർക്കെന്ന് പറയാറ് മനുഷ്യൻ പണിക്കാരൻ അവർ പഠിക്കുമ്പോൾ ഗ്യാസില്ല മറ്റെല്ലാം കുട്ടിയെ കുടിച്ചിട്ട് കൊടുക്കല. കുട്ടി ഒന്നിനെ വായിൽ വെക്കും, തുപ്പും, പിന്നെ വായിലേക്കും തുപ്പും. എന്താ കാരണം? ഉമ്മ കുറുമ്പിലാണ്. അതാണ് കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഓറൽ സ്റ്റീൽ, വായ കൊണ്ടുള്ള കാലം.
മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു, കുട്ടിയുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് 2 വർഷം, ഖുർആൻ പറയുന്നുണ്ട് 2 വർഷം പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടട്ടെ എന്നുള്ളത്. അത് വെറുതെ കൊടുക്കലല്ല. ഇന്ന് അതുമില്ല. അങ്ങനെ ഗർഭകാല സ്വസ്ഥതയില്ല, മുലകുടി ശരിക്കും കിട്ടുന്നില്ല. അടുത്താണ് കളിക്കാലം. കളിക്കാലിൽ അടുത്ത പരിപാടി എന്താ കുട്ടിയെ കൊടുക്കണത്? എന്താ കൊടുക്കണത്? വെറുതെ മാപ്പ ഗൾഫിൽ പോകുന്നതൊക്കെ എന്താണ്? കമ്പ്യൂട്ടർ ഗെയിം, ടാബ് കമ്പ്യൂട്ടർ ഗെയിം കളിച്ചു. അടുത്ത് കിട്ടുന്ന ചോക്ലേറ്റ്, ലേസ്. ഇതൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ദേഷ്യം കൂടുതൽ, 2 മെമ്മറി കുറയും. പല കുട്ടികളും സാറിന്റെ മകൾക്കൊക്കെ ദേഷ്യം അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞ കേൾക്കില്ല എന്നാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ടാബ് കളിച്ചിട്ടുണ്ടോ, കമ്പ്യൂട്ടർ ഗെയിം കളിച്ചിട്ടുണ്ടോ? കൊച്ചുടിയിൽ കഴിക്കല് ഇമ്മാരവിടെ കൊണ്ട് നിർത്തിടും, ഓണാക്കും. അടുക്കൽ പണിയെടുക്കുക, കുട്ടികളെ TV ഓണാക്കി. ആർക്കെടുക്ക കുട്ടിക്കാരില്ല, കണ്ണിന്റെ കേടല്ല പറഞ്ഞാൽ. കുട്ടിക്ക് ദേഷ്യം കൂടും, സ്വഭാവത്തിലേക്ക് മാറുകയാണ്. ആ നേരത്തെ കാലം കറണ്ട് പോയൊക്കെ ആ കുട്ടി വലുതായി കഴിഞ്ഞിട്ട് കാലം നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ ഇമ്മാൻ തച്ചു കൊല്ലും കുട്ടി. പിന്നെ അതൊന്ന് കുത്തുവോ, ഗർഭിണിയായ സ്ത്രീക്കാണെങ്കിൽ കുട്ടി ഒന്ന് കുത്തും. 4 വയസ്സായ കുട്ടിയൊക്കെ ബാക്കിലെ കുത്തും, ആഘോഷം വരെ വരും. കണ്ട കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലാതെ ആ നേരത്തെ പഠിക്കാൻ പറയാ, കുട്ടികൾ പറയാൻ ഇഷ്ടമുണ്ടാവില്ല. ഞാൻ പഠിച്ചല്ലോ അവസാനം ഫോമിലെ മാപ്പിളക്ക് എനിക്ക് വെച്ചാൽ കുട്ടികളെ നോക്കാൻ ഞാൻ ഇടങ്ങാറായിങ്ങനെ എന്താണ് കേൾക്കില്ല. വല്ല അമ്മായിനും അമ്മോഷന്റെ ചീത്ത ഞാൻ നോക്കാൻ ഇതൊക്കെ പരാതിയാണ്. അപ്പൊ പഴയ തള്ളാരും പറയും, ഞങ്ങൾ 8 പറ്റതാ അടുത്തത് ഒല വക വേറെ ഒരു കുത്ത ഈ ശവപ്പെട്ടി മാനർക്കണ മാതിരിയാണ്. മനസ്സിലായല്ലോ? ഓല് പറഞ്ഞ കേട്ടോ. അതിങ്ങനത്തെ വീടില്ല, മഴ ചെയ്താൽ ചോരും, ഒരടുപ്പുള്ളൂ, 5 നേരം ഭക്ഷണം ഉണ്ട്. ഇന്ന് 5 അടുപ്പുണ്ട്, 1 നേരം ഭക്ഷണം. 5 അടുപ്പാണോ? അതൊക്കെ 5 അടുപ്പ്. ഒന്ന് ഓവൻ അല്ല കെറ്റ്, പുകയില്ലാത്ത ആലുവ അടുപ്പുകളൊക്കെ ആ പരസ്യ ഒന്നാതെ. പിന്നെയോ ഗ്യാസിന്റെ അടുപ്പ് വേറൊന്ന്. ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾ പറയും, നാടിനടുപ്പ് പുറത്ത് കാണല്ലേ, അവിടെ ഉണ്ടോ നോക്കട്ടെ. എന്നാ കുട്ടികൾ വെച്ചിട്ടൊക്കെ കൊടുക്കുമോ? പരിപാടിയില്ല. അപ്പൊ നോക്കിങ്ങല്ലതെ. കാരണം എന്താണ്? നിങ്ങളെ കുറ്റല്ല കേട്ടോ. ഞാൻ അത് പറഞ്ഞു, എവരി ബിഹേവിയർ ആസ് എ പോസിറ്റീവ് ഇന്റൻഷൻ. ഇവിടെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഗൾഫിലൊക്കെ ഫ്ലാറ്റിലെ മിക്ക ഭർത്താക്കന്മാർ രാവിലെ ജോലിക്കൊണ്ട് കാലിച്ചായ പോലും കുടിക്കാതെയാണ് ഭാര്യ ഉണ്ടാക്കിയിട്ട് കൊടുക്കൂല. ഇതൊക്കെ എത്ര പേരാണ്? ഞാൻ ഇപ്പൊ അടുത്ത് മസ്കത്ത് ശേഷം 400 സ്ത്രീകളുണ്ട്. അത്രത്തോളം ആണുങ്ങൾ വരണ്ടായി ഭർത്താക്കന്മാരെ. ഞാൻ ചോദിച്ചല്ലേ, നന്നരാലും മക്കൾ സ്കൂൾ പോകുമ്പോഴും ഭർത്താവ് ജോലിക്ക് പോകുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീകളോട് കൈപ്പൊക്കാൻ പറഞ്ഞു. 12 കൈകളാ മസ്കത്തിൽ കൊണ്ടുവരും. 400 സ്ത്രീകളിൽ 12 കൈകൾ. അത് ചോദിക്കാൻ കാരണം എന്താ കാര്യം? എന്നോട് ചില ഭർത്താക്കൾ കണ്ടിട്ടുണ്ട്. നമ്മൾ 6 മണിക്ക് പോകുമ്പോൾ നമ്മൾ സാധനിച്ച് നമ്മൾ പോകും. കുട്ടികൾ നേരത്തെ പറഞ്ഞ അടുക്കെന്തെങ്കിലും സാധനം ഉണ്ടോ, ബിസ്ക്കറ്റ് ടൈഗറോ മറ്റേതൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സാൻഡ്വിച്ചത് കൊണ്ടുവരും. അത് ഒരു അടുത്തൊക്കെ കിട്ടും. അതിന് 300 പൈസ മുകളിലേക്ക് 300 പൈസ സാധനം കിട്ടുന്നതാണ്. അപ്പോൾ പോവുക നോക്കിങ്ങളെ. അവിടെ അമ്മായിമല്ല, അമ്മോശല്ല, എല്ലാ സൗകര്യവും ഉണ്ട്. മനസ്സിലായല്ലോ? പിന്നെ സ്ത്രീ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. അപ്പൊ ഇങ്ങനെ നേരത്തെ നെഗറ്റീവ് ഇങ്ങനെ ആലോചിക്കും, നിരാശ ദുഃഖം അങ്ങനെ ആലോചിക്കും. എൻ്റെ അമ്മ ആസ്പത്രിയിലാണ്, അഡ്മിറ്റ് പോകാൻ കഴിയണില്ലല്ലോ, ആ ചിന്ത. അവസാനം ഉമ്മ മരിച്ചവരോട് ഞാൻ മരിച്ചാൽ എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ ഞാൻ എല്ലാവരും ചോദിച്ചു, ഞാൻ പോകാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ മാപ്പാന്ന് വിട്ടില്ലെങ്കിലോ, പോകാൻ വിശ്വാസം ചെയ്യില്ലെങ്കിലോ. അവസാനം ഉമ്മാരെ കൊണ്ടുപോകുന്നതും അവിടെ വരുന്നതും പിന്നെ മയ്യത്തും കുളിപ്പിനും ഒക്കെ മനസ്സിലിങ്ങനെ കാണുമ്പോൾ ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല. എനർജി പോയി. അത് പറഞ്ഞത് മൂത്രം ഒഴിച്ച് കഴുകാൻ വരെ മടിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ആയി എന്താ സ്ത്രീ പറഞ്ഞ എന്നോട്, സാറേ തലയിലിങ്ങനെ ഉറക്കണ്ടാവും, ഉറക്കോട്ട് വരില്ല. പിന്നെ AC അല്ലേ, മൂത്രമൊക്കെ നല്ലോണം മുട്ടും. ഞാൻ കുറേ പിടിച്ചു നിർത്തും. പിന്നെ കുറച്ച് നേരം എല്ലാവരും പോലും മൂത്രമൊഴിച്ച് പോരും. കഴുകിക്കഴിഞ്ഞാൽ ഉറക്കം പോകുമോന്ന് വിചാരിച്ചാൽ കഴുകാന്ന് നടക്കുന്നതാണ്. കണ്ടോ? എവരി ബിഹേവിയർ ആസ് എ പോസിറ്റീവ് ഇംഗ്ലീഷ്. അപ്പൊ എന്താണ്? ആ സ്ത്രീയുടെ കുറ്റമല്ല. ഇപ്പൊ ഇവിടെ ചോർച്ചുണ്ട്, നമുക്ക് ഇവിടെ ബക്കറ്റ് ജർസം തോന്നും തൽക്കാലം. പക്ഷെ എപ്പോ ബക്കറ്റ് എന്ന് പറയുന്നുവോ അപ്പോൾ യഥാർത്ഥ ചോർച്ച മാറ്റുന്നത് അവിടെയാണ്. അതാണ് അത്. കുട്ടി എന്തുകൊണ്ട് പ്രേമുണ്ടായി എന്നവിടെയാണ് പിടിക്കേണ്ടത്. എന്താ തോന്നുന്ന കാരണം? 16 കൊല്ലം 18 കൊല്ലം വളർത്തിയ തന്റെ ഉപ്പാനും ഉമ്മാനെ അവഗണിച്ചുകൊണ്ട് അതിലേറെ സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരാളെ കൂടുക, അല്ലെങ്കിൽ പെണ്ണിന്റെ ഒപ്പം പോവുക. ഇത് മിഞ്ഞാന്ന് ചെക്കൻ വന്നിരുന്നു. ഒരു ട്രാവൽസ് വർക്ക് ചെയ്യാം. അവിടെ പിന്നെ വർക്ക് ചെയ്യുന്ന വേറെ ഒരു മതവിഭാഗപ്പെട്ട ഒരു പെണ്ണുണ്ട്. അതിന് ഭാര്യയും ഭർത്താവ് കുട്ടികളൊക്കെ ഉള്ളതാണ്. ഭർത്താവ് എടുക്കാൻ പോയിക്കൊണ്ടെന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. വീട്ടുകാർ ആ കൂടി ചെക്കൻ്റെ വീട്ടിനെ കൂടി ഇവരെങ്ങനെയാണ് ഓരോ ആ പെണ്ണായിട്ട് കിട്ടുമ്പോൾ വയസ്സ് 31 കിട്ടുക കെട്ടടക്കാം. ഇവിടെ നടക്കാന്നാ പറയേണ്ടത്. കുട്ടിയാണ് എനിക്ക് വേണ്ടത് തോന്നില്ല. അങ്ങനെ ഇവിടെ ഒപ്പുണ്ട് ട്രാവൽസ് സഹായിക്കാൻ വേണ്ട പെണ്ണുമായി.
അപ്പൊ ഒരുപാട് പറയണം. ഓൻ്റെ അപ്പ അമ്മ അല്ല ഓൻ്റെ ജ്യേഷ്ഠന്മാര് ഓനോട് ചെയ്ത ചില ക്രൂരതകള്, ഓൻ്റെ രീതിയിലുള്ള ഓൻ്റെ പിന്നെ കരിയറിൽ ഉയർച്ച നിൽക്കുന്ന ആ സമയത്തൊക്കെ ഈ പെണ്ണ് അവളുടെ പണ്ടം വരെ എനിക്ക് വിറ്റിട്ട് എൻ്റെ കടത്തിന് സഹായിച്ചതാണ്. സ്വന്തം ഓഫീസിൽ ജോലി ചെയ്യുന്ന അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെണ്ണിന്റെ പണ്ടം വിൽക്കാൻ തന്നിരിക്കുന്നതാണ്. എൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ പണ്ടം ഞാൻ പണം വെക്കാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല, അവൾ കൂട്ടിട്ടു ഓളതിൽ, എങ്കിൽ ഇവളാണ് എനിക്ക് തന്നോന്ന് പറഞ്ഞു. നിങ്ങള് ഇവളാണ് എനിക്ക് തന്നത്, അർജുനാണ് വിറ്റോ ഉണ്ടാവും തന്നാൽ മതി. അപ്പോൾ നിങ്ങൾ അവിടെയാണ് ഞാൻ സ്നേഹത്തിന്റെ എന്തുകൊണ്ട് എന്നുള്ള മാറ്റം. അവിടെയാണ് മഹാനായ പ്രവാചകൻ ഈ 5 ആളുകളുടെ നേരത്തിൽ പെരുമാറുണ്ടാകുന്നത്. ഉപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗത്തിൽ ഇവരെന്തായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടും കുട്ടിയും നല്ല രീതിയിൽ പെരുമാറണം എന്നാണ്. നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ നല്ല ആളോ? അപ്പൊ ആണ് പ്രശ്നം വരുന്നത്. ഭാര്യയോട് നല്ല പറയില്ല. ഈ പാവ സ്ത്രീകൾക്ക് എപ്പോഴും വേണ്ടെന്നാണ് പോലെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ നിന്നു കൊടുക്കണം എന്നാണ്. കാരണം ഏറ്റവും എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ ശുഷ്കാന്തി കാണിക്കുന്ന ഭർത്താവിനെ ഭാര്യ ഇഷ്ടപ്പെടുന്നതാണ്. അത് ചിലപ്പോ പിന്നെ ടാപ്പ് പൊട്ടി, അല്ലെങ്കിൽ കുക്കറ് പിന്നെ വാഷർ പോയി, അല്ലെങ്കിൽ ഗ്യാസ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട പിന്നെ പർദ്ദലേസം കീറി, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ കേട്ടിരിക്കാനുള്ള താല്പര്യമാണ് ഭർത്താവ് കാണിക്കുന്നത്. നമ്മൾ വലിയ മഹാനാവും, പ്രൊഫസറാവും, ഡോക്ടറാവും, അല്ലെങ്കിൽ എഞ്ചിനീയറാവും, അല്ലെങ്കിൽ നേതാവാവും കാര്യമില്ല. നിങ്ങൾ വീട്ടിലെത്തിയാൽ നിങ്ങൾ ഇണയാണ്. ഇസ്ലാമിൽ മാത്രമാണ് നിക്കാഹ് എന്നുള്ള പരിപാടിയുള്ളൂ, മനുഷ്യർക്ക് മാത്രം. ജന്തുക്കൾക്ക് നിക്കാഹില്ല. എന്നാൽ നിക്കാഹിനർത്ഥം നക്കാഹ് എനിക്ക് നിക്കാഹ്. എന്താ അർത്ഥം? നിക്കാഹ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ് അർത്ഥം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ മറ്റേ പട്ടുസാരിയാണ്, അതാണോ? നക്കഹ എനിക്ക് നിക്കാനർത്ഥം എന്താണ്? വള്ളികൾ കെട്ടിപ്പിണയെന്ന് പറയാം. ആൽമരത്തുന്ന വള്ളി ഭൂമി കിടക്കുമ്പോൾ കെട്ടിപ്പിണയും, ആരാടിയും പൊട്ടൂല. നക്കാറ കെട്ടിപ്പിണയെന്നാണ്. വള്ളികൾ കെട്ടിപ്പിണ നക്ക എന്ന് പറയാം. ഇതുവരെ കാണാത്തൊരു പെണ്ണ് ജസ്റ്റ് ഇത് കണ്ടു, ആ വാപ്പതാ എന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു തരുന്നു, ഞാനിതാ സ്വീകരിക്കുന്നു, കബിൽത്തു എന്ന് പറയാറില്ലേ? നിക്കാഹ. 2 വാക്കുള്ള കൂടെ മനസ്സിലായല്ലോ. ഈ 2 വാക്കോട് കൂടി ഒരു മഹാ അത്ഭുതമാണ് പ്രതിഭാസം. അതോടുകൂടി ഇവര് ഒന്നാണ്. അവിടെ ഖുർആൻ പറയുന്നു, ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന. അതോടുകൂടി അവൾക്ക് വസ്ത്രമാണ്, അവൾക്ക് വസ്ത്രമാണ്. എന്താ വസ്ത്രത്തിന്റെ ഡ്യൂട്ടി? എന്റെ ബ്യൂട്ടിയെ വർദ്ധിപ്പിക്കുന്നു, എന്റെ ഏറ്റവും അടുത്തൊട്ടി കിടക്കുന്നു, എന്റെ വിയർപ്പ് വരെ യാതൊരു അനിഷ്ടമില്ലാത്തതാ, എന്റെ പനിയും സോക്സൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. അൺകണ്ടീഷണൽ ആണ് പറഞ്ഞത്. അതാണ് ഏറ്റവും ഫാമിലിന്റെ പ്രധാനം. എന്താണെന്ന്? ഉള്ളു പങ്കുവെക്കുക, ഉള്ളത് പങ്കുവെക്കുക. കണ്ടല്ലോ ചെയ്തോളി, ഉള്ളു പങ്കുവെക്കുക. ഇന്ന് പലപ്പോഴും അതാണ് പറഞ്ഞത്, പല കുട്ടികൾക്ക് പ്രേമന കാരണം എന്താണ്? ഉമ്മയോടോ ഉപ്പയോടോ ഉള്ളു പങ്കുവെക്കാൻ കിട്ടുന്നില്ല. വാപ്പ ഗൾഫിലെ, ഉമ്മ എപ്പോഴും കുറുമ്പിലെ, ഉമ്മയും മകളും കൂടി ഞായറാഴ്ച ദിവസം പഠിച്ചുകൂടെ? എന്റെ മനിൽ ഖദീജാനിൽ പഠിച്ചിട്ട് പാത്രം മുഴുതാക്കണോ ഇത് പറയുമ്പോഴത്തേനും മകളുണ്ട്. ഒരിക്കലും ആ പ്രായത്തിലെ കുട്ടികളോട് നോ അഡ്വൈസ്, നോ കമ്പാരിസൺ, നോ ബ്ലെയിം, നോ ബ്രാൻഡ് എന്നാണ്. ചുമ്മാ പഠിച്ചിട്ടില്ലല്ലോ. 13 വയസ്സിന് ശേഷം പെൺകുട്ടികളായ കുട്ടികളോട് നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യരുത്. അതല്ലേ കാത്ത വെളുത്തിട്ടായി കത്തിട്ടായി എപ്പോഴാ കുട്ടി കഞ്ചാവ് കൂടെ വേണം. മിക്ക ഉമ്മമാരുണ്ട് അന്റെ പിന്നെ ഖദീജന്റെ കുട്ടികളിൽ ഓളെ രാവിലെ മുറ്റടിച്ചുകൊണ്ട് തുടങ്ങി ഇങ്ങനെ ഇരുന്നോ. ഞായറാഴ്ച ദിവസമോളം ഇങ്ങനെ മോളുണ്ടാവും, മോളെ ചായ കുടിച്ചു പാത്രം കുടിച്ചത് പഠിച്ചു വെക്കാം. ഓളാള് ഞായറാഴ്ച സ്കൂളിൽ വെച്ചൊരു പാവം ഇങ്ങനെ കിടക്കാക്കാരാ ഷാറായിട്ട് ഇങ്ങനെ ചിലപ്പോൾ തലയിൽ അത് കുറച്ച് വാട്സപ്പ് വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ കളിക്കും. പിന്നെയും ഇത് വരുന്നുണ്ടോ, ഈ പാത്രം എടുത്തക്കാനാണ്, ഇത് എടുത്തക്കാരോ അന്ന് എമ്മയും മോളിങ്ങനെ. ആ സമയത്താണ് ഏതോ ഒരു ചാറ്റിങ്. ഇന്നലെ നീ കോളേജിൽ പോകുമ്പോൾ ഞാൻ കണ്ടു, ആ ചുരിദാർ എന്ത് രസാനിക്കല്ലേ, ഇവരാരും പറഞ്ഞിട്ടില്ല. അവിടെയാണ് അതാണ് അവിടെ ദുഃഖത്തിന്റെ അവസ്ഥയിൽ അവിടെ ആരാണോ അതിനെ മേക്കപ്പ് ചെയ്യണത് അവരുടെ കൂടെയാണ്. വെറും 1.5 മണിക്കൂറൊക്കെ ബസ് സ്റ്റാൻഡിൽ പരിചയപ്പെട്ട കുട്ടിയൊക്കെ അച്ഛൻ ഒപ്പം പോയത്. വെറും 1.5 മണിക്കൂർ ചോദിച്ചിട്ട് ഏകം പഠിച്ചു കാറിൽ കയറിയാണ്. കാറിൽ കയറി കോഴിക്കോട് ലോഡ്ജ് എടുത്തു.
ലോട്ടത്തോട് കൂടുതൽ പേടിച്ചോ സാറിന് ഇനിയിപ്പോൾ പോകാനും ബുദ്ധിമുട്ടാണോ പിറ്റേ ദിവസം രാവിലെ ടെക്നിക്ക് ഉപയോഗിച്ചു അവിടെ കൊണ്ടുവരാം ഒരു പെട്ടെന്ന് ഫോൺ തന്നെ അപ്പോൾ പറഞ്ഞു എടീൻ്റെ അയൽവാസി എൻ്റെ കുടുംബമാണ് അവിടെ മരിച്ചിട്ടുണ്ട് ഇതിലെ മോശമാണ് ഈ റൂമിലോ ലോഡ്ജിൽ നിൽക്കണ്ട നമുക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുക ഞാൻ വേഗം മയത്തൊക്കെ കണ്ടിട്ട് വേണ്ട വരട്ടോ ഈ പെണ്ണ് വന്നു പിന്നെ ഫോൺ കൊടുക്കണില്ല സ്കൂൾ യൂണിഫോമിൽ അവിടെ ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ പറഞ്ഞ വാക്കുണ്ട് സാറ് ഞാൻ ഈ ബംഗാളികളൊപ്പം പോട്ടെ എന്ന് വിചാരിച്ചു ആത്മഹത്യയായിട്ട് വിചാരിച്ചു അപ്പോഴേക്കും വീട്ടിൽ ഇറങ്ങേണ്ടാവും കാണല്ല ഏതോ ഒരു നാട്ടുകാരനെ ഒരാൾ ഇവിടെ കണ്ടു സ്കൂളിൽ പോകും അവിടെ ഡ്രസ്സൊന്നുമില്ലല്ലോ അങ്ങനെ വെച്ചിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കൗൺസിൽ കൊണ്ടുവരണം വെറും 1.5 മണിക്കൂർ മാത്രം കാറുമായിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഇവിടെ കുറിച്ച് പറഞ്ഞു നിന്നെ ഞാൻ 6ാം ക്ലാസ് നോക്കി തുടങ്ങിയാണ് എനിക്ക് എന്നെ ഇഷ്ടമാണ് എൻ്റെ ഇന്ന ഡ്രസ്സില്ലേ മറ്റേ ഡ്രസ്സില്ലേ അവിടെ കൂടി ഇപ്പം വീട്ടിൽ ഞാൻ കൊണ്ടാക്കി തരാം അങ്ങനെ ജസ്റ്റ് ടൗണിൽ പോയിട്ട് ഒരു ഐസ്ക്രീമിന് പോരാ എന്ന് പറഞ്ഞാൽ അങ്ങനെ തൽക്കാലം ഒന്ന് ബസ് വർത്താനം പറയാണ്ട് അങ്ങനെ ലോഡ്ജ് എടുത്തു അങ്ങനെ നിൽക്കേണ്ടിരുന്നു പക്ഷിതാക്കാൻ പറ്റുമോ പറ്റൂല അങ്ങനെ ഇവരെ പല വിധത്തിലും ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ എല്ലാം ഒഴിവാക്കി മനുഷ്യന്റെ പിന്നെ ഫോൺ ഒന്നും എടുക്കുന്നില്ല ആ നാട്ടുകാരെ കണ്ടിലുള്ള ആത്മഹത്യ അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്താണ് നദ പറഞ്ഞോ നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ അവിടെ പറഞ്ഞ ഖുർആൻ സനദുഹു സബാനിയ അവിടെയാണ് ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫുൻ മിനശ് ശൈത്വാൻ തദക്കറൂ ഫഇദാഹും മുബ്സിറൂൻ അങ്ങനെ ഖുർആൻ ഓതാനുള്ളതല്ല അപ്ലൈ ചെയ്യാനുള്ളതാണ് അതല്ലേ ഖുർആൻ പറഞ്ഞത് കണ്ടോ അതുകൊണ്ട് കൊണ്ടുവരാം സുലൈഖാവ് ചെന്നു യൂസുഫിന്റെ അടുത്തേക്ക് എന്താ ഖുർആൻ പറയണത് അവൾ വാതിൽ കൊട്ടിയടച്ചു അവൾ പറഞ്ഞു ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് കടന്നു പിടിച്ചു എന്നാണ് അപ്പോൾ യൂസുഫ് പറയുന്നു കണ്ടോ അതാണ് യൂസുഫ് അതാണ് അള്ളാഹുവിന്റെ കാൽപടകൾ പിടിച്ചു കെട്ടണം ഇന്ന് വന്നേക്കാം മേലുദ്യോഗസ്ഥൻ വന്നേക്കാം വീട്ടുകാർ ഇന്ന് സ്വന്തം വീട്ടിലത്തെ ഉമ്മ വരെ വന്നിട്ടുണ്ട് ഞാൻ പോയി പറയണ്ടല്ലോ മകന്റെ അടുത്ത് ബാപ്പൊന്ന് ധാരാളം അവിടൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹ് ഉണ്ടോ ഇരിപ്പിടം അള്ളാഹു ആണെങ്കിൽ ഒരിക്കലും കഴിയില്ല ആ വ്യക്തി പോകുന്നവരാ പിശാച് പോകും അവിടെ യൂസുഫ് പറഞ്ഞു ഞാൻ എന്റെ രക്ഷിതാവ് അള്ളാഹുവിനെ ഭയപ്പെടുന്നു എനിക്ക് അള്ളാഹു മതി എനിക്കിനി കൊട്ടാരം വേണ്ട ജയിൽ മതി എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ സുലൈഖ പറഞ്ഞു ചങ്ങാച്ചാളോടെ ഞാൻ എങ്ങനെയെങ്കിലും ആയിട്ട് യൂസുഫിനെ വലയിൽ വീഴ്ത്തുക തന്നെ ചെയ്യും കണ്ടോ അവസാനം വീണ്ടും രാജാവിന്റെ മഹിമ രാജാവിനും ജഡ്ജിമാർക്ക് ബോധ്യപ്പെട്ടു യൂസുഫ് അല്ല എന്നായിട്ട് പോലും ജനങ്ങളെ മുമ്പിൽ മാന്യത കാക്കാൻ വേണ്ടി ആ യൂസുഫിനെ ജയിലിടുന്ന അവസ്ഥയാണ് സൂറത്ത് യൂസുഫ് പഠിപ്പിക്കുന്നത് ഞാൻ കോഴിക്കോട് പറയട്ടെ സുഹൃത്ത് യൂസുഫ് പഠിക്കാൻ യൂസുഫ് പഠിക്കണങ്ങളെ യൂസുഫ് പഠിക്ക് പോയിട്ട് സുഹൃത്ത് യൂസുഫ് നിങ്ങൾ പോയിട്ട് പഠിക്കലല്ലേ എത്ര വർഷം പഠിക്കണം നിങ്ങള് സ്റ്റഡി ലീവ് ഓരോ പിന്നെയും പഠിച്ചെന്നെ ആരാ SSC ആർക്കും SSC വേണ്ടത് കഴിഞ്ഞു ഇതല്ല കാലാകാലം വേണ്ടതാണ് +2 കഴിഞ്ഞു എത്ര വട്ടം റിവിഷൻ നടത്തിയത് എന്തുകൊണ്ട് പറഞ്ഞു എങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് 10 12 ചാപ്റ്റർ ഇതിലുണ്ടാകുക ഒരു സബ്ജക്ട് ഉണ്ടാകുക എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്തു എത്ര പ്രാവശ്യം പഠിച്ചു എത്ര പോയിന്റ് എഴുതിച്ചോളതിന് വേണ്ടിട്ട് അണ്ടർലൈൻ ചെയ്തു ഗൈഡ് വാങ്ങി ലേബലം വാങ്ങി സ്കൂൾ മാസ്റ്റർ വാങ്ങി ട്യൂഷന് പോയി ഒരു സൂറത്തിനെങ്കിലും ട്യൂഷന് പോയോ അത് അവിടെ നമ്മൾ പഠിക്കേണ്ടത് അത് എന്റെ ജീവിതത്തിലാണുള്ളത് അതാ ഖുർആനാണ് നിങ്ങൾ പഠിക്കണം പക്ഷെ അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം എവിടെയും പോയിക്കോളേ നമ്മളാളുകൾ വീട്ടിൽ നാട്ടിൽ മലപ്പുറത്തെ വേഷം വിടും കോഴിക്കോട് മെഡിക്കൽ കോളേജോ മറ്റിടത്തോ അതിന് അറബി കോളേജായാലും മനസ്സിലായാലും അഫ്സല മറ്റൊക്കെ ആയാലും ശരി എന്റെ നാട്ടിൽ 2 അറബിക്കുള്ള സ്ഥലം എനിക്ക് അവിടുത്തെ പങ്കുള്ള അവസ്ഥ ഉണ്ടാവും ഒന്ന് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരെ കോളേജ് ഒന്ന് NM ഷെരീഫ് പോലെ ജമാഅത്ത് ഇസ്ലാമിയിലെ കോളേജ് 2 ബനാത്തുകളാണ് 2 അറബി കോളേജ് എനിക്കറിയാം അവിടുത്തെ കുട്ടികൾ അതെ ഞാൻ അവിടുത്തെ കുട്ടികളെ മോശമല്ലോ എല്ലായിടത്തെയും കരുവാക്കും നജാത്ത് പക്ഷെ കുട്ടിയെ കുഞ്ഞാന്ന് വിളിച്ചു കുട്ടിയെ ഞാൻ പറഞ്ഞത് കോളേജിന്റെ മോശം കൊണ്ടല്ല കേട്ടോ കോളേജിന്റെ മോശം കൊണ്ടൊന്നല്ല അവിടെ സിലബസിന്റെ രീതി കണ്ട ഓരോ കാലത്തെ പ്രശ്നം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ആ സിലബസ് അല്ല ആ വ്യക്തി ഓരോ വ്യക്തികളിലുള്ള വിഷയങ്ങളാണ് പ്രശ്നം നേരെ മറിച്ച് നിങ്ങൾ എവിടെയാണെങ്കിലും
ഞാൻ കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ എവിടെയും പഠിച്ചോളൂ. ഇന്ന് മിക്ക രക്ഷിതാക്കൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞാൽ മകളെ പഠിപ്പിക്കാൻ പറഞ്ഞ പേടിയാണ്. നിങ്ങളെ മകളെ കുറിച്ച് പഠിപ്പിക്കാൻ പറഞ്ഞ പേടിയുണ്ടോ? അതിന് അർത്ഥം എന്താ കാര്യമോ? നിങ്ങളെ കുട്ടി വഴി തെറ്റിയിട്ടുള്ളത് തന്നെയുള്ള മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടി താളം തെറ്റുന്നതാണ്. പേടിച്ചോട് കൂടെ നിങ്ങളെങ്കിൽ നിങ്ങൾ ആ കുട്ടി താളം തെറ്റും. +2 പഠിച്ച കുട്ടി 10ാം ക്ലാസ് കുട്ടിക്ക് പേപ്പർ വെച്ച് രാവിലെ ഇങ്ങനെ കുട്ടോട്ടി കരിപ്പൂരിലെ സ്കൂൾ പഠിച്ച പെൺകുട്ടി ഒളിച്ചോടി പോയി എന്ന് ഉറക്കനെ വായിക്കാം മലയാള പത്രത്തില്. അപ്പൊ അമ്മ ഉണ്ടാവും, ഇതിന് വായിച്ചിട്ട് ചാടി അനക്കന്നെ പോണോ ചോദൻ പോണ പറയും. അത് പറഞ്ഞു ആ കുട്ടി 3ാം മാസം പോകുന്ന. കാരണം നിങ്ങൾ അങ്ങനെ അറിയില്ല വേണ്ടത്. നിങ്ങൾ പേടി പറ സത്യം. നിങ്ങളെ കുട്ടിയല്ല കേട്ടോ, എങ്ങനെയാണ് കുട്ടി എടുക്കാൻ അറിയില്ല പലർക്കും. നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, അത് കുട്ടിയല്ല. നിങ്ങൾക്ക് സ്നേഹങ്ങൾ കൂടി എന്തൊക്കെയോ പറയാണ്. ഒന്ന് പഠിച്ചാൽ ഞങ്ങൾ പഠിച്ചാൽ വാപ്പാരെന്ന് പറഞ്ഞല്ലേ, ഞങ്ങൾ ഗൾഫിൽ പോയി സാഹസപ്പെട്ടു, ഞങ്ങൾ പഠിച്ചാൽ കൂടിയ മാനേജ് ഞങ്ങൾ പഠിച്ചേതായി, ഞങ്ങൾക്ക് വെച്ചിട്ട് പഠിച്ചേ നടക്കൂല. അതാണ് പറയല്ലേ, ഞങ്ങൾക്ക് ആരും കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേ, നിങ്ങൾ നന്നായി നടക്കൂല. നിങ്ങൾക്കും ആർക്കും പഠനമാണെങ്കിൽ നിങ്ങളിൽ കുട്ടിയിൽ എന്തുണ്ടാകുന്നുവോ നിങ്ങളിൽ ആരുണ്ടാവണമെന്ന് നോക്കണ്ടോ. വല്യമ്മ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ 1 വയസ്സായ കുട്ടി നിസ്കരിക്കാൻ അഭിനയിക്കുന്നില്ലേ? ഇമിറ്റേഷൻ കുട്ടിക്കുണ്ടാകുന്ന അവസ്ഥയില്. എങ്ങനെ വല്യപ്പ കുരക്ക് വെച്ച കുട്ടി പറഞ്ഞു 1 വയസ്സായ കുട്ടി ഇതൊക്കെ 1-1.5 വയസ്സായ കുട്ടികൾ കാണിച്ചു തരും. അതുപോലെ നിങ്ങൾ നല്ലതിലൂടെ, അതാണ് ഇമാം ഷാഫി പറഞ്ഞത് റഹ്മത്തുള്ളാഹ്, നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങളെ വീടിന്റെ ചുമരുകൾ വ്യഭിചരിക്കും. ഇത് ഭയങ്കര സൈക്കോളജിയാണ് അതൊക്കെ. അതിനർത്ഥം ആ സോഷ്യൽ ഫാക്ട് അവിടെ ഉണ്ടെന്നാണ്. അതാണ് കുട്ടി അബ്സോർബ് ചെയ്യുക. നിങ്ങൾ വേണ്ടാത്ത അപ്പോൾ മലക്ക സാന്നിധ്യം പോകും, നിങ്ങൾ വേണ്ടാത്ത ചിത്രങ്ങൾ കണ്ടിരിക്കുന്നു, അതവിടെ ഉണ്ടെന്നാണ്. അവിടെ കുട്ടി അത് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ കുട്ടിയുടെ ഡെവലപ്പ് ചെയ്യാണ് പേഴ്സണാലിറ്റി. അതാണ് നിങ്ങൾ എവിടെയാണോ എന്നതല്ല പ്രശ്നം, നിങ്ങൾ എന്താണെന്നാണ് പ്രശ്നം. ഞാൻ ഒരു തമാശ ഞാൻ കാര്യമായിട്ട് പറയട്ടോ. നമ്മള് മാത്രമല്ല, നമ്മുടെ കേരളത്തിലും മറ്റോ എല്ലായിടത്തും നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ മതകേന്ദ്രങ്ങളിലേക്ക് ആഞ്ഞടിച്ചു പോകണം. ഇമാൻ കൂടിയിട്ടാ തെറ്റ് ചെയ്ത് അടങ്ങാറകൾ പിന്നെ പോയി നോക്കുകയാണ്. ക്രിസ്ത്യൻസിന്റെ അവിടെ പോയാല് കോട്ടയിൽ മറ്റേ ലക്ഷക്കണക്കിന് സ്പെഷ്യൽ ട്രെയിനുകൾ നിർത്തുക. കോട്ടയിൽ ഏത് എക്സ്പ്രസിലും സിറ്റി ഞാനവിടെ സ്റ്റോപ്പാണ്. കാലടിന്റെ പുറത്ത് കോട്ട 1000 കണക്കിന് ആളുകളെ വരുന്നത്. ഞാൻ യാത്രകളെ അറിയാം. അങ്ങനെ വരികയാണ്, 10 ദിവസം അവിടെ കിടക്കുകയാണ് കോട്ടയിലെ. ഹലേലുയാരുടെ പോലെ അങ്ങനെ. നമ്മളോ ഓരോ റമദാൻ മാസമൊക്കെ ഭയങ്കര വയലുകൾ, 1000 ആൾ 16,000 ആളുകളെ ഇതാ എന്റെ വക 5000, ഇതാ കമ്മലിതാ 10,000, ഇതാ സറക്ക. ഞാൻ അതുപോലെ തൃശ്ശൂർക്കാ പെണ്ണ് ഉയർന്നാണ് പെണ്ണ് കുട്ടീനെ ആക്കിപ്പോയിട്ട് പോയിട്ട് ആ കുട്ടി പോകുമ്പോൾ സ്ത്രീ എന്തൊക്കെ അറിയോ? ഈ പറഞ്ഞ ഈ കാമുകനെ കൂടെ കാറിൽ പോകുമ്പോൾ ഇവള് പോണ വഴിക്ക്, ഞാൻ സ്ഥലം പറയില്ല, പോണ വഴിക്ക് 1-2 പള്ളികളുണ്ട്, അവിടെ നേർച്ചപ്പെട്ടുണ്ട്. അതിൽ 100 പെട്ടോട് പോവുക. ഇത് ഭർത്താവിലായിരിക്കാൻ ആർക്കും പോകാനെ കാമുകനെ കൂടെ നോക്കണ. അതുകൊണ്ട് ഇഷ്ടം പോലെ എല്ലാ മതകേന്ദ്രങ്ങളിലും വൻതോതിലുള്ള സമ്പാദ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചോ, നമ്മൾ മാത്രം മുസ്ലിം കുറച്ചോളൂ. ശബരിമലൊക്കെ പറയണ്ട, ഏറോണ്ടേറാണ്. അന്ന് വിഞ്ഞു തോണി കള്ളുടി ഭാര്യ തല്ലേ മറ്റല്ലേ. ഇപ്പൊ കോടിക്കണക്കിന് രൂപ ഓരോ കൊല്ലം കൂടിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ എല്ലായിടത്തും വരികയാണ്. എവിടേക്കാണ് പോകേണ്ടത് അന്വേഷിച്ച് വരികയാണ്. നമ്മളിതാ എന്താ ഉമ്മറക്കില്ല തിരക്ക്. നിങ്ങൾ വിചാരിച്ച ഉമ്മറക്കേനെ പോയിട്ടില്ല ഈമാൻ കൂടിയ അല്ലാതെ എനിക്ക് ധാരാളമായ ഇത് ചുരുങ്ങിയ 10 കേസിലും വന്നിട്ടുണ്ടാവും. അവിടെ പോയി വ്യഭിചരിച്ച കേസ് ഉമ്മറക്ക് പോയിട്ട്. അതിന്റെ അർത്ഥം കേട്ടോ, ആ മക്കയുടെ മണ്ണ് കാണുമ്പോഴേക്കും അതാ ഈമാൻ കൊണ്ട് ഹൃദയം പൊട്ടുന്നവരുമുണ്ട്. കണ്ണിന്ന് വെള്ളം പൊട്ടുന്നത് കാണുമ്പോഴേക്കും അതാ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ, പ്രാർത്ഥന ഉത്തരങ്ങളുടെ സ്ഥലം, അതൊരു സംശയമില്ല. പക്ഷെ ആ വ്യക്തിയാണ് പ്രധാനം. ബദറിന്റെ യുദ്ധത്തിന്റെ സന്ദർഭത്തില് അവിടെ അബൂലഹബും അബൂജാഹിലും ഒക്കെ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അവിടെ ഉപയോഗിച്ച വാക്കെന്നൊക്കെ അറിയോ? അല്ലാഹുവേന്ന് ഉപയോഗിച്ചത്. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജാഹിൽ പ്രാർത്ഥന, അല്ലാഹുവേ നാളെ ഞങ്ങൾ മുഹമ്മദുമായി യുദ്ധത്തിന് പോവുകയാണ്, ഞങ്ങൾക്ക് മുഹമ്മദിന്റെ മേൽ വിജയം വരിക്കണം എന്ന് പറയുന്ന അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്ന അബൂജഹൽ. ചരിത്രത്തിൽ അത്രയൊന്നും യാതൊരു പ്രാധാന്യമില്ലാത്ത അല്പം മണൽക്കാട്ട് ഒഴിഞ്ഞ ബദർ എന്ന സ്ഥലത്ത് എവിടെയോ ദൂരത്തുള്ള അവിടെ ഒരു മനുഷ്യനെ പ്രാർത്ഥിക്കുന്നു. ഈ കൈ ഉയർത്തുന്ന അല്ലാഹുവേ നാളെ ഞങ്ങൾ അബൂജഹലിന്റെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ്,
ഞങ്ങൾക്ക് വിജയം തരണം. ഈ കൊച്ചു സൈന്യം അങ്ങ് പരാജയപ്പെട്ടാൽ നിന്റെ വാക്കുച്ചരിക്കാൻ ഭൂമിയിൽ ആളുകൾ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസ പ്രാർത്ഥിക്കുമ്പോൾ മക്കയുടെ കടമ പിടിച്ച ആളുടെ പ്രാർത്ഥന സ്വീകരിച്ചതല്ല, ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് പ്രാർത്ഥന സ്വീകരിച്ചതല്ല. യെസ്, പിടിച്ച ആളല്ല ആണോ? അവിടെയാണ് നിങ്ങൾക്ക് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇന്ന് പലവരും നമ്മുടെ സ്ത്രീകളൊക്കെ ഒന്ന് മുമ്പറൊക്കെ പിന്നെയും പഴയ മാറ്റത്തിൻ്റെ ലീനടി മറ്റൊക്കെ പിന്നെയും പറയും ഒരു 50,000 റുപ്യല്ലേ അടുത്ത മുമ്പർക്ക് പിന്നെ അത് തെറ്റ് ചെയ്യാൻ പോകും, അവിടെ പോയി പുറത്ത് കിട്ടുമോ, പിന്നെയും പോകും, പിന്നെയും വരും. അതുകൊണ്ട് ഉംറയുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ കേട്ടോ ഓരോ ആളുകളുടെയും തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ നോക്കുന്നുണ്ടോ? ഞാൻ പറയാം എൻ്റെ അടുത്ത് തന്നെ. അപ്പൊ എത്ര ആളിട്ട് പോകേണ്ടത് ആലോചിച്ചാൽ മതി. ആദ്യം കാണുന്നത് എന്നാലും അപ്പൊ 100% കൗൺസിൽ പോകുള്ളൂ. ബാക്കി ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞാലും അത് ഒതുക്കും. അത് മുന്നേ കുട്ടികളൊക്കെ എല്ലാവരും ജിദ്ദിന്ന് കാമുകനെ വിളിച്ചെത്തിക്കാണ് ഇവിടുത്തെ മദീനയ്ക്ക് 400 കിലോമീറ്റർ. ഇവിടെ ഞാൻ കോളേജ് അറബി കോളേജിൽ അഫ്സൽ പഠിച്ച പെണ്ണ അമ്മായിമ്മ അമ്മോഷം ഉൾപ്പെടെ 8 പേരെ വല്ല കിട്ടുന്ന മുമ്പ് കഴിക്കണം. യേശസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു. ഇവൾ അവരോട് പറഞ്ഞു നിങ്ങൾ മുറിയിലേക്ക് പോയിക്കോളി, ഇത്തികാഫിരിക്കണം. ആരാണ് ആ സമയത്ത് മരുവളെ സംശയിക്കുക? ഒരു ദിവസം നടന്നു, രണ്ടാമത്തെ നടന്നു, മൂന്നാമത്തെ ദിവസം വനിതാ CID പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിൽ, മദീന ജയിൽ. എന്നിട്ട് നാട്ടിൽ എന്നൊക്കെ ഭർത്താവിന്റെ സ്വാനിധ്യം കൊണ്ടൊക്കെ രക്ഷപ്പെടുത്തി വന്നിട്ട് നിങ്ങൾ കൊണ്ടിരുന്നു. ഇവളിന്റെ മുമ്പിൽ കരയാ, സാറെ എന്നെ കാന്തിരിക്കണ്ടെന്ന് പറഞ്ഞ് തെറ്റ് പറ്റി തന്നെയാണ്. എനിക്ക് ആ 1.5 കോടിയുടെ പോരെ, എനിക്ക് ആ പേരൊന്നും വേണം, എനിക്ക് കോട്ടേഴ്സും പറഞ്ഞിട്ട് കാന്തിരിക്കണ കുട്ടികളുള്ളതല്ലേ, എനിക്ക് സാധാ ഒരു ചട്ടപ്പേര ഒരു വാടക തന്നാമെന്നാ മതി. എൻ്റെ ഭർത്താവ് പെണ്ണു കെട്ടിക്കോട്ടെ. ഈ ഭർത്താവ് പറയണ എനിക്ക് വരെ വിവരം പഠിപ്പിച്ചോളാം, എൻ്റെ വീട്ടിൽ ആരും പുറത്തടലില്ല, എൻ്റെ പങ്ങന്മാരന്മാരൊന്നും പക്ഷെ ഓളിടില്ല, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇന്ന വരെ കുറെ ദീ പഠിപ്പിച്ചു പോകുന്നു. പക്ഷേ ഓൾ പറഞ്ഞെന്താണ് അവിടെ ചെറിയ പോയിന്റ് പറഞ്ഞത്, എൻ്റെ കുട്ടി പ്രസവം ഉണ്ടായപ്പോൾ TB രോഗം ഉണ്ടായി. TB ഉണ്ടായപ്പോൾ മെഡിക്കൽ കോളേജിൽ എന്നും കൊണ്ടുപോകും, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇന്നും ഒരേ ബസ്സിലൊക്കെ കയറാം. ആ ബസ്സിൽ കയറിയപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടക്ടറെ ചോദിച്ചു എന്താ കുട്ടിക്ക് പ്രശ്നങ്ങൾ ചോദിച്ചു. ഇവിടെ അങ്ങനെ പറഞ്ഞുണ്ടോ ആണ് ഉള്ളു പങ്കുവെക്കുക, ഉള്ളത് പങ്കുവെക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒരു ദിവസം ആ കണ്ടക്ടർ ഒരു കടലാസിൽ നമ്പർ എഴുതിയിട്ട് ഇവിടെ ഹാൻഡ് ബാഗിലിട്ട് കൊടുത്തു. ഇവിടെ വീട്ടിൽ പോയി ഇതിൽ വിളിക്കണോ ഗെയിം, ദാറ്റ് ഈസ് ഗെയിം, അങ്ങനെ ഗെയിം എന്ന് പറയാറ്. അവസാനം വിളിക്കാൻ ഇത് മയങ്ങല്ലോ, അത് വേണ്ടെന്ന് തീരുമാനിക്കാം. അത് വിളിച്ചു, അതിന് മിസ് കാൾ വിളിച്ചു നോക്കും, എന്തെടുക്കണ്ടോ പിന്നെ വിളിച്ചു നോക്കും, ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. ആ വിളി അങ്ങനെ കൂടി പോയി. അവസാനം വേറെ ഡോക്ടറിൻ്റെ എന്ന സ്ഥലത്ത് അതിനകത്ത് പോകാനൊക്കെ എല്ലാ ഹെൽപ്പ് നമ്പറൊക്കെ കൊടുത്തതായി. ഈ സമയത്ത് അവർക്ക് വിസ കെട്ടി അവൻ ഗൾഫിലേക്ക് പോയി, ഇന്ത്യയിലേക്ക്. അപ്പോഴും ഫോൺ വിളി തുടങ്ങി, ചാറ്റിങ് തുടങ്ങി. അപ്പോഴാണ് വിളിപ്പാണ് ഞാൻ വരുന്നുണ്ട് അവിടേക്ക്, എന്തിന്, ഉംറക്ക്. അങ്ങനെ അവൻ ജിദ്ദിന്ന് വരികയാണ് മദീനയ്ക്ക്, 400 കിലോമീറ്റർ വിളി താണ്ടിക്കൊണ്ട്. പക്ഷേ നാത്ത് പറഞ്ഞു യു ഡോണ്ട് നോട്ട് കമ്മ്യൂണിക്കേറ്റ്, നിങ്ങൾക്ക് ഒരിക്കലും ആശയവിനിമയം ചെയ്യാതിരിക്കാൻ കഴിയില്ല, പുറത്തു കൊണ്ടുവരും. നിങ്ങളെ അതിനർത്ഥം അവിടെയാണ് ഞാൻ പറഞ്ഞത് തീരുമാന പ്രശ്നം. നിങ്ങളുടെ കളികൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് തന്നെ അവിടെയാണ് അതാണ് മൂന്നാമത്തോടോ അൾസറ് മറ്റേത് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ കൈവേദന, കാലുവേദന, ഊരവേദന. നമ്മുടെ സ്ത്രീകളൊക്കെ ആസ്പത്രിയിൽ എങ്ങനെ പോകണം? എന്താ ഇത് പുറം വേദനയാണ്, ഊരവേദനയാണ്, എന്ത് മാറാത്തത്? ബ്രൂഫൻ 100 ഇങ്ങനെ കഴിക്കും, പിന്നെ മാറുന്നത് തലവേദന. മിക്ക സ്ത്രീകളും വിക്സും തലപണി. എന്താ തലവേദന? ഒന്ന് മരുവളെ കുറിച്ചുള്ള പോരെ, ഈ ഇത്തരിക്കും അവസ്ഥോട്ടില്ലോ, അവൾ നിന്നിട്ട് വന്നിട്ടില്ലോ, അവളൊന്നും അതിനകത്ത് ഇങ്ങനെ കുത്തുന്ന ഒരവസ്ഥ. വെറുതെ നേരെ മനസ്സിൽ അങ്ങനെ ആയി പ്രമേഹം, കൊളസ്ട്രോള്, മൈഗ്രെയിന്, തൈറോയ്ഡ്, അൾസറ്, പീരിയഡ്സ് രോഗങ്ങളൊന്നും മരുന്ന് കുടിച്ചാൽ മാറില്ല. തൽക്കാലം മെയിൻറ്റെയിൻ ആവില്ലേ? ചോറിച്ചുണ്ട് ബക്കറ്റ് വെക്കാം. അതാണ് പ്രമേഹന്മാർക്ക് പറഞ്ഞ മരുന്ന് കുടിച്ചിട്ട് അവസാനം ഇൻസുലിൻ കുത്തി അതിൻ്റെതായ സൈഡ് എഫക്റ്റ് പറഞ്ഞു. നിങ്ങൾ മനസ്സിലേക്ക് ഭക്ഷണം ക്രമീകരിക്കുക, നടക്കുക, വ്യായാമം, ഡോക്ടർമാരാണ് ഇതൊക്കെ ചെയ്താലും മരുന്ന് നിർത്തേണ്ട അറിയാം. ഒന്ന് നിർത്തി നോക്കി അപ്പോൾ പേടി തന്നു, അടുത്ത ടെസ്റ്റ് കൂടി ഉണ്ടാവും. നാളെ കാണല്ല അത് തുടങ്ങി ഉമ്മാക്ക് വേദാറ്. എന്താ കാണാൻ ചില ഉമ്മാർ കുട്ടികളൊക്കെ രാവിലെ 9 മണിക്ക് കുട്ടിനെ ബസ്സിൽ കയറ്റി വിടും. പിന്നെ ആലോചിക്കല, കാരണം മിന്നാത് പേപ്പർ വായിച്ചിട്ടുണ്ടാവും ഏതോ സ്കൂൾ ബസ് മറന്നത്, അത് മനസ്സിലുണ്ടാവും. കാരണം നെഗറ്റീവ് മനസ്സിലുണ്ടാവുള്ളല്ലോ. അത് കുട്ടിയാണ് എൻ്റെ കുട്ടി
ഇപ്പൊ പോയി രാവിലെ പനി ഉണ്ട്, ഞാൻ മരുന്ന് കൊടുത്ത് വിട്ടതാണ്, 10 മണിയായോളും പനി വന്നിട്ടുണ്ടാവോ? കുട്ടി വന്നിട്ടുണ്ടാവും പനി. ഇന്നൊരു സമയത്ത് കുട്ടി വല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ? കഴിച്ചിട്ടുണ്ടാവില്ല. ഉച്ചക്കുട്ടി ചോറ് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയിലുണ്ടാവോ? നേരത്തെ കുട്ടിയിലുണ്ടാവും. വൈകുന്നേരം കുട്ടി സ്കൂളിൽ കയറുമ്പോൾ കുട്ടി വീണു, ബസ് കയറി അച്ഛൻ ബസ് ആക്സിഡന്റ് ആയി, അച്ഛൻ ആശുപത്രിയിൽ എത്തി, കുട്ടി ഐസിയുയിൽ എത്തി, അച്ഛൻ മൂക്കിൽ പഞ്ഞി വരെ മനസ്സ് കാണും കുട്ടിന്റെ മരിച്ചതേ. അച്ഛൻ കുട്ടി നാളേക്ക് എത്ര സമയമാണ് കഴിച്ചു മനസ്സിലേക്ക്. അവിടെ ഇത് മാറ്റണം കേട്ടോ. ഇത് വിഞ്ഞാതെ പെൺകുട്ടി വന്നു, ഇവിടെ അൽസലാമിൽ പഠിക്കാണ്, ഒപ്റ്റോമെട്രി. നിൽക്കാവില്ല, കൂട്ടിക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ അവൾക്ക് ബസ് കയ്യിലൊക്കെ പറയാനെ വീഴ്ചനെ താഴ്ചയ്ക്കാണ്. അപ്പൊ ഇവരെ കെട്ടലക്കാരനെ ചെന്ത കെട്ടി വെച്ചു. അത് പ്രേമനായി കെട്ടിച്ചെന്നാണ്. എത്ര കൊല്ലം പ്രേമിച്ചു വെച്ചു? അതിന് 9 ക്ലാസ് തുടങ്ങിയാണ്, 3 കൊല്ലം. ഓക്കെ, 3 കൊല്ലം പ്രേമിച്ചിട്ട് അത് ഒരുപാട് ഭയം കയറ്റിയിൽ വെച്ചു. ശരി, ഒരുപാട് ഭയന്നു. എൻ്റെ ഒപ്പം അങ്ങനെ തച്ചു കൊല്ലും, ആ പേടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ തട്ടിമുട്ടി അവസാനം ഇതൊക്കെ ആയപ്പോഴോ ഇപ്പൊ നിൽക്കാൻ കഴിഞ്ഞിട്ട് പോലും ഇപ്പൊ ഭർത്താവ് ഗൾഫിലാണ്, തമ്മിൽ വർത്താൻ പറഞ്ഞ തെറ്റി. കാരണം എന്താണ് പൊസസീവ്നെസ് പ്രശ്നങ്ങള്. ഇവർ കാണുന്നപ്പോ കോളേജ് വീട്ടിൽ കഴിയുമ്പത്തി തുടങ്ങിയവർക്ക് പഴയ കാലത്തെ അനുഭവം വന്ന അപ്പോൾ തളർന്ന് വീഴുക, പഠിക്കാൻ കഴിഞ്ഞില്ല, തടിക്ക് പറ്റിയ 32 കിലോനായി. അത് ഇനി അവസാനം ഭർത്താവ് വന്നാലോ ഇനി എന്നെ വെച്ച് വേണ്ടെന്ന് പറയും. ഞാൻ കൊലത്തിലേക്ക് കൊണ്ട് ഇപ്പോൾ ഭർത്താവ് എന്താണ് എൻ്റെ അസുഖമൊക്കെ മാറി കല്യാണം നിശ്ചയിച്ചാൽ അപ്പോൾ നേരെ ഫീലിംഗ് അവൻ്റെ മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ പണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ ഫോം വെച്ചെടുക്കൂല, അത് ആകെ ടെൻഷൻ. ഞാൻ പറഞ്ഞു ഉപ്പൊന്ന് വെള്ളം കുടിക്കണ്ടേ, ഇത് 3 കൊല്ലം പെറ്റ മാനേജ് ചതിച്ചറി. എനിക്ക് കയ്യും കാലും കണ്ണും മൂക്കും എനിക്ക് എത്ര 9 ഏപ്രിലെ അതിനൊക്കെ ബുദ്ധി അള്ളാനെ ചതിക്കണത്. സിറാത്തുൽ മുസ്തഖീം ചോദലില്ലേ വലദ്ദാലിൻ എന്നുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ജാറ് കാണാൻ ഫോം വെച്ചത്. നടക്കൂല. ആരാ ഉള്ളത് അപ്പോൾ നോക്കണം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രതിജ്ഞ ചെയ്ത നീ ആരും കാണാതെ പിന്നെ ഫ്രീസറിൽ മൊബൈൽ എടുത്ത് വെക്കുക, അടിവശത്തെ ഷെഡിൽ ഏൽപ്പിച്ചു വെക്കുക, പിന്നെ ഫ്രഷ് ടാങ്കിൽ ഏൽപ്പിച്ചൊക്കെ ചെയ്തോളെ. 2-3 കൊല്ലക്കാള് ആരും വീട്ടിലെന്നറിയാതെ കൊണ്ടുനടന്ന് എന്നിട്ട് ഇച്ചങ്ങോട്ട് ഉഷാറായിട്ട് ഓൻ കെട്ടിയിട്ട് കുട്ടിയൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി നടക്കേ ഒന്ന് കാണണം തന്നെ കഴിയില്ല. മഞ്ജു വാര്യർ പ്രസവിക്കുമ്പോ ലേബർ മൂഡിൽ സ്നേഹത്തോട് കൂടി ഇരുന്ന ആളാണ് ദിലീപ്. മനസ്സിലായാലും നിൽക്കൂല. 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മഞ്ജു വാര്യർ ചാടിപ്പോയത് ഒരാഴ്ചയാണ് പിടിച്ചോടുന്നത്. 92 കലാധികായ കാലത്ത്. ഇപ്പോഴോ ഓൾക്കുമില്ല ഓനുമില്ല. അപ്പൊ ഓള് വേറെ ഉർവശി കള്ളുടിച്ചടക്കുകയാണ്. മണൽക്കേർ വേട്ടി, മുകേഷ് ബാലൻ ഒഴിവാക്കി, ശ്രീവിദ്യ ഒഴിവാക്കി, പിന്നെ ശീല ഒഴിവാക്കി. ആരാണോ ഒഴിവാക്കിയത്? സിൽക്കസ്മിത പറഞ്ഞില്ല. അവസാനം ആത്മഹത്യ സിൽക്കസ്മിത എഴുതി വെച്ചു മരണക്കുറിപ്പിലെ. പല ആളുകളും ഞാൻ ഷൂട്ട് പോകുമ്പോൾ എന്റെ കൈ തൊടാനും മറ്റോ ഓടി വന്നിരുന്നു. പലർക്കും പോയി, പലരും പ്രേമിച്ചു. പക്ഷെ ആരുമായ ഒക്കെ വഞ്ചകരാണ്. ഞാൻ ഭക്ഷണം കൊടുക്കുന്ന പട്ടി അല്ലാത്തത് മുഴുവൻ വഞ്ചകരാണ് എഴുതി കുറിപ്പിച്ചത് സിൽക്കസ്മിത ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഇവിടെ കാട്ടെന്നാല് പ്രേമിച്ചിട്ട് ജീവിതം നന്നാട്ടെ, ഞാൻ വെല്ലുവിളിക്കലാ ക്യാമ്പസുകളൊക്കെ. അപ്പൊ നന്നാട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവൻ അറിയുന്നതാണ്. ഒരു ഇല വരെ അനങ്ങൂല. നമ്മളത് ഭർത്താവിനെ അറിയാതെ ഭാര്യ അറിയാതെ ഭർത്താവ് അവിടെ കുവൈത്തിൽ ഇങ്ങനെ ഫിലിപ്പൈൻസിൽ കളിച്ചടക്കാം. സ്വന്തം ഭാര്യയുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച് 6 മാസം ആസ്പത്രിയിൽ അഡ്മിറ്റ് വരാന്തിയിൽ കടന്ന് ഇടങ്ങാറാകുമ്പോൾ ഫോൺ വിളിക്കൂല. 2 അളിയന്മാർ ദേഷ്യപ്പെട്ട് പോയി കുവൈത്തേക്ക് ഒരു ഫ്ലാറ്റ് വളഞ്ഞ് ആട്ടിപ്പൊടിച്ചു നേരെ അറബിയിൽ കൊടുത്തു. വിസ ക്യാൻസലാക്കാൻ പറഞ്ഞു. പ്രശ്നം പറഞ്ഞിട്ട് ക്യാൻസർ നേരെ കൊടുക്കുന്ന നാട്ടിൽ കരിപ്പൂരിക്ക് സുബിക്കൊക്കെ ട്രെയിനിൽ പിന്നെ ഫ്ലൈറ്റ് എത്തിയിട്ട് അന്ന് രാവിലെ വീട്ടിൽ കയറ്റിട്ടു. ആവശ്യത്തിന് ഒരു മൊബൈൽ നോക്കുമ്പോൾ ഈ ഫിലിപ്പൈൻസിലേക്ക് ഇപ്പം കളിക്കണ ഓരോ ഫോട്ടോ നേക്കഡ് ഫോട്ടോകൾ. എന്താ അവസ്ഥ ആലോചിക്കുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞ സൽപ്പേരുണ്ടാവുക ഒന്നേ, മനസ്സംതൃപ്തി ഉണ്ടാവുക. നിങ്ങൾ ഒളിപ്പിച്ച് നോക്കണേ. ഇന്നാളെ കൂട്ടി പിന്നെ ഈ അടുത്ത് തന്നെയാണ് നിങ്ങളെ ഈ താനൂര് ഭാഗത്തുനിന്ന് എന്താണ് +2 സ്പെഷ്യൽ ലാസ്റ്റ് ക്ലാസ് ഉണ്ടാകുന്നിട്ടോള് വീട്ടിൽ നിന്ന് പോയി ശനിയാഴ്ച. എന്നിട്ടോ പിന്നെ അങ്ങനെ പോയി ഭർത്താവിന്റെ കാമുവിന്റെ ബൈക്കും അങ്ങനെ പോയി 4 മണിക്കാണ് വീട്ടിൽ തിരിച്ചെന്നത്. ഒരു പച്ചവെള്ളം കുടിച്ചോളാമത്. ഈ കാമു പറഞ്ഞ നമുക്ക് കുൾബാർ കുടിക്കാം. എന്റെ പനൊന്നും ആരുണ്ടാവും ഇവിടെ കണ്ട അവിടെയൊക്കെ ബന്ധുണ്ട്. എങ്ങനെ പേടിച്ച് അവസാനം 4 മണി വരെ ബൈച്ചാട്ടൊക്കെ ഉണ്ടായിട്ട് പോലെ എങ്ങനെയൊക്കെയോ വാപ്പ അറിയും ചെയ്തു. സമയത്ത് കൊടുക്കുന്നുണ്ട്. സാർ പറഞ്ഞ ശരിയാണ്. ഈ 5-8 മണിക്കൂർ ഞാൻ കുറേ പറഞ്ഞ് നിർത്തുക പോവുക വീട്ടിൽ കായ്ക്കാല് അതിന് നല്ല 4 മണിക്കൂർ അങ്ങനെ ആയി പച്ച വെള്ളം കുടിച്ചാതെ ഓലെ ഹൈവേയിലൂടെ അങ്ങനെ പൊന്നാനി വരെ പോയി പിന്നെ ഇങ്ങനെ തിരിച്ചു വരില്ല. അങ്ങനെ നടന്ന് വെറും ബൈക്ക് മാത്രം
ഞാൻ ചോദിച്ചത് ഒരു സന്തോഷ നിമിഷം ഉണ്ടായിരുന്നു ചോദിച്ചു. ഇല്ല സാറേ, എനിക്ക് പേടിയായിരുന്നു. ഓരോരുത്തരുടെ പല ചങ്ങായി കാണോ മറ്റേ കാണോ പേടി. നിങ്ങൾ ഭയത്തോടുകൂടി മാത്രം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് എന്താണ് അതിലേക്ക് തന്നെ നിങ്ങളിലേക്ക് ഇങ്ങനെ ചേർക്കും ചെയ്യുന്നു. വാതിൽ തുറന്നു. ഒരു വയസ്സായ കുട്ടി ഉറങ്ങിക്കണു. ഉമ്മ വല്ല കൈയെടുത്ത് വെക്കുകയാണ്. കുട്ടിനെ എല്ലാം വല്ല പതുക്കെ പോയിട്ട് വല്ല ബെഡ്റൂമിന്റെ വാതിൽ തുറന്നു. അടുത്ത വാതിൽ തുറന്നു, അടുത്ത വാതിൽ തുറന്നു. അങ്ങനെ സ്വീകരണ മുറിയിലെത്തി. കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മ ഓരോ വാതിൽ അടച്ചടച്ച് കുട്ടിയെടുത്ത് വല്ല കിടക്കുകയാണ്. കണ്ടോ? സ്വീകരണ മുറിയിൽ ആരാ കാമുകണ്ടേ? ഇന്ന് ആ കുട്ടിക്ക് 17 വയസ്സാ, പ്ലസ് 2 പഠിച്ച കുട്ടി. ഒരിക്കൽ ഞാൻ സ്കൂൾ ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അറിയില്ലല്ലോ. കുട്ടി പുറത്തേക്ക് വന്നു. ക്ലാസ് നല്ല പുറത്ത് വന്നു. കരഞ്ഞോടെ, സാറേ എൻ്റെ അവസ്ഥ അതാണ്, എനിക്ക് കൗൺസിലിംഗ് എന്തായാലും ഞാൻ ഇപ്പം ആത്മഹത്യ നിൽക്കുകയാണ് പേഴ്സണലായിട്ട്. അപ്പോൾ എന്തോ ചോദിച്ചു ഒറ്റക്ക് വന്നിട്ട് കുട്ടി പറഞ്ഞതാണ്, 1 വയസ്സിൽ വരെ എൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്തത്. അത് എന്നും ആ ബോൾട്ട് തുറക്കുന്ന വാതിന്റെ ബോൾട്ട് തുറക്കുന്ന അടക്കുന്ന സൗണ്ട് ഇന്നും എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞോളെ. 17 വയസ്സായിട്ട്. എൻ്റെ വാപ്പ ഗൾഫിലെ പാവം. പക്ഷെ ഇന്നിപ്പോ കുട്ടി പറഞ്ഞതാണ്, ഇന്ന് എനിക്ക് ഉറങ്ങണമെങ്കിൽ സ്വന്തം ശരീരത്തിൽ രക്തം എടുത്ത് കുടിക്കണം. ഞാൻ ഹാർപ്പിക്ക് കുടിക്കും, ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക കുടിക്കും, ചിരട്ട കത്തിച്ച് തിന്നോ. എന്നിട്ട് ഉമ്മക്കറിയില്ല. എൻ്റെ വാപ്പ പാവാണ്. പക്ഷെ ഇപ്പോഴും ഈ 16-17 വയസ്സായിട്ട് ഇപ്പോഴും ഇടക്ക ഗവൺമെന്റ് വിട്ടിക്കുന്നുണ്ട്. ഇന്നിപ്പോ എൻ്റെ ഉമ്മാക്ക് വരെ അറിയാം, ഞാനത് അറിയുന്നുണ്ടായിട്ട് പോലും ഉമ്മ അറിയാത്തവർ നടിക്കുകയാണ്. എനിക്കിത് പഠിക്കാൻ കഴിയുന്ന പലപ്പോഴും ആത്മഹത്യ ചിന്തിക്കാറാണ്. കാരണം തകർക്കണവിടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയാണ് മനുഷ്യന്റെ പ്രത്യേകത. ഒരു കുടുംബത്തിൽ തറവാട്ടിൽ ഒരു കുട്ടി വേണ്ടാത്ത ചെയ്ത് നോക്കട്ടെ, എല്ലാവരും ബാധിച്ചില്ലേ? മാനം കെട്ടു. സ്വന്തം പങ്ങളെ ഒളിച്ചോടി പോയിട്ട് വെള്ളിയാഴ്ച പള്ളിക്ക് സെക്രട്ടറി ആയ ആൾ വരെ ജുമാക്ക് പോകാതെ 100 സ്കെച്ച് ആളിൽ വന്നിട്ടുണ്ട്. ഞാൻ പള്ളി സെക്രട്ടറി എങ്ങനെ പോവാ? പങ്ങൾ ചാടിപ്പോയിക്കാണ്. ഞാൻ വീട്ടിൽ പള്ളിക്ക് പോയില്ല, ജുമാക്ക് വരെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളത് തുടങ്ങി. ഇയാളെ ബി പി കൂടി എന്തായി? അസുഖമായി. നേരെ പോയി നോക്കുമ്പോൾ മിംസ് പോയി സ്കാൻ ചെയ്ത് എന്താണ് എൻജിയോപ്ലാസ്റ്റി ചെയ്തു. എൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് വീട്ടിൽ കൊണ്ട് റസ്റ്റൊക്കെ നടത്തുമ്പോൾ മകളെ കൊണ്ടുവരാൻ കൗൺസിൽ അല്ല പെങ്ങളെ. അതെന്താണ്? അവസാനപ്പോ പാങ്ങളൊക്കെ എൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരികയാണ്. ടെൻഷൻ കൂടിയിട്ട് എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളത്. അവിടെ നേരത്തെ പറഞ്ഞത് മനസ്സംതൃപ്തിയുള്ള സംഭവം ആണ്. കുടുംബത്തെ ഏറ്റവും അതാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ബാധിക്കില്ലാരും. അതേ മോഹത്തിന് നമ്മുടെ കുടുംബം ഏതെങ്കിലും ഒരാൾക്ക് നല്ല പോസിറ്റീവ് ഉണ്ടെങ്കിലോ, അവൻ ധീരനാണ്, എന്നെ ജോലി കിട്ടി, എന്നെ അവാർഡ് കിട്ടി, എന്നെ ജനങ്ങളെ സഹായിച്ചോ മറ്റോ കൊടുത്തു നമുക്ക് പോസിറ്റീവ് കിട്ടുകയാണ്. അപ്പോൾ പറയും അത് നമ്മുടെ കുടുംബത്തെ ആളാണ്. ഇതിൽ ഏതെങ്കിലും ഒരാൾ മൂത്താപ്പാന്റെ മകൻ എയ്ഡ്സ് പിടിച്ച് മരിച്ച് നമ്മൾ പറയോ ആയിട്ട് മൂത്താപ്പാൻ എയ്ഡ്സ് പിടിച്ച് മരിച്ചു എന്ന് പറയില്ല. പക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും ഏതോ വകയിൽ ഏതോ രക്തസാക്ഷിയാണ് എൻ്റെ അപ്പ എൻ്റെ ഉപ്പാപ്പ എന്നാണ് ഇപ്പോൾ അഭിമാനം കൊള്ളും. അതാണ് സൽപ്പേരുമായൂല. കഴിഞ്ഞ ഡിസംബർ 1 കഴിഞ്ഞു കേരളത്തിലെ ഓരോ ജില്ലകളിൽ എയ്ഡ്സ് ഉള്ള ആളുകളെ കുറിച്ചുള്ള ചിത്രങ്ങൾ കണക്ക് വന്നിരുന്നു. മനുഷ്യല്ലാത്ത ഒരു ജന്തുവിനും ഇതിന് എയ്ഡ്സ് കണ്ടെത്തിയിട്ടില്ല എന്നാണ്. ഞാൻ ക്യാമ്പസിലുള്ള ചോദ്യമാണ്. ലോകത്തിൽ ഒരു ജന്തുജാലങ്ങൾ എയ്ഡ്സ് കണ്ടെത്തിയിട്ടില്ല. അവർക്ക് ആർക്കും പ്രത്യേക വിവാഹമോ പ്രത്യേക രീതികളോ യാതൊരു ക്രമീകരണങ്ങളോ ഒന്നുമില്ല. മനുഷ്യന് മാത്രമാണ് ഇതുള്ളത്. എന്താ അള്ളാഹ് പറഞ്ഞത്? വമിൻ ആയാത്തിൻ ഖലഖലക്കും മിൻ അൻഫുസികും അസ്വാജൻ തസ്കുലൂഹാ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മൻ ഫീ ദാലിക ആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ട്രാങ്ക്വിലിറ്റി, കോമ്പാനൽ ആൻഡ് കൈൻഡ്നസ്. ഇത് മൂന്നുകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിക്കാഹയോടെ ഇണയെ സ്വീകരിക്കണം എന്നല്ല പറയുന്നത്. അത് ആദ്യം നാം ട്രാങ്ക്വിലിറ്റി സുകൂൻ ലിതസ്കുനു ഇലൈഹാ. സ്ത്രീകളൊക്കെ കുറവോക്കിക്കോളി. മുന്നസഫീല പറഞ്ഞിട്ടുണ്ട്. മുന്നസഫീലെ ലിതസ്കുനു ഇലൈഹി എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇലൈഹാ അതിനർത്ഥം നിങ്ങളിലാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആണുങ്ങൾ വിദേശത്താകുമ്പോൾ എക്കണോമിക് ബഡ്ജറ്റും എല്ലാ ഡീലിങ്സും ഭർത്താവിന്റെ വീട്ടുകാരെയും ഭാര്യയുടെ വീട്ടുകുടുംബത്തെ ഒക്കെ കൊണ്ടു നടക്കേണ്ട കടമ. എങ്കിൽ ഭർത്താവ് അന്വേഷിച്ചുകൊണ്ട് കൊണ്ടു നടക്കേണ്ട സ്കൂളിലേക്ക്, ആ സ്കൂളിലേക്ക് വേറെ കുട്ടി, ഈ സ്കൂളിൽ വേറെ കുട്ടി, അവിടെ സ്പോൺസർ ഉൾപ്പെടാൻ എല്ലാ കാര്യം മാനേജ് ചെയ്യേണ്ട കപ്പാസിറ്റി ആയിരുന്നു പെണ്ണിന് വേണം. ആരെ കൊണ്ടൊരു ഉപദ്രവമോ മോശമോ വാക്കോ പറയാതെ ഡീൽ ചെയ്യും വേണം. ഒന്നും വെയ്യാണ്ട് അടുക്കലിരിക്കലുമല്ല. അതിന് കഴിയണം. അതാണ് ഉംറക്ക് സ്വീകരിക്കേണ്ടത്. അതാണ് ഹാജറ കാണിച്ചു തരുന്നത്. തന്റെ ഭർത്താവ് കുട്ടിയിലിട്ട് പോകുമ്പോൾ തന്റെ കുഞ്ഞിന്റെ സുന്ദരമായ മുഖം കണ്ടാൽ മനസ്സ് പതറുമോ എന്ന് ആലോചിച്ചിട്ട് ഇബ്രാഹിം തിരിഞ്ഞോ ഒക്കെ നടക്കുമ്പോൾ സ്വന്തം ഭർത്താവ് രാപ്പനെ അറിയുന്ന ഹാജ ചോദിച്ചു, ദൈവിക കൽപ്പനയാണോ?
നഴം എന്ന് മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഇബ്രാഹിം പോകുമ്പോൾ ഹാജറ പറഞ്ഞു അത്രേ, എങ്കിൽ താങ്കൾ പോയിക്കൊള്ളി, യാതൊരു പ്രശ്നവുമില്ല, ഐ ഹാവ് നോ പ്രോബ്ലം, യു കാൻ ഗോ എന്ന് പറയുന്ന ഹാജറ. ആ കറുത്ത എത്യോപ്യക്കാരിയായ അടിമയായ സ്ത്രീയായ ഹാജറയെ ഓർക്കാത്തവർക്ക് ഹജ്ജോ ഉംറയോ ഇല്ല. എന്താ യാത്ര ചെയ്തത്? കുഞ്ഞിന്റെ വെള്ളം വന്നപ്പോൾ വെള്ളം കഴിഞ്ഞു, ആകെ ചുണ്ടുകൾ വരണ്ടു വന്നപ്പോൾ ഹാജറ അന്വേഷിക്കുകയാണ്. അല്ല സഫ ഇന്നിപ്പോ സഫ മറവ മലകളൊക്കെ പേരിലുള്ളൂ, അതും നല്ല വെള്ള മാർബിട്ടുള്ള സംഗതികളാണ്. അന്ന് നല്ല മക്കാർ എന്താണ്, വെറും പരുക്കൻ കല്ലുകളുടെ സ്ഥലമാണ്, മുൾച്ചെടികളുള്ള സ്ഥലമാണ്, പരുക്കൻ സ്ഥലമാണ് മക്കാറ പ്രദേശം തന്നെ. ആ മുൾച്ചെടികളിലും കരിങ്കല്ലും മുള്ളങ്കല്ലും ആ പ്രദേശത്തൂടെ സഫയിലേക്ക് കയറുകയാണ് ഹാജറ. വല്ല മനുഷ്യ ജീവനും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി എന്റെ പ്രതീക്ഷയോടുകൂടി കണ്ണുകൾ നോക്കുമ്പോൾ മനുഷ്യനെ കാണാത്തത് കൊണ്ട് വീണ്ടും കുട്ടടുത്തേക്ക് വരുന്നു. കുട്ടാൾ കിടത്തിരിക്കാണ്. എന്നെ മാട് ഞെക്കി നോക്കുന്നു, മുലപ്പാൽ പൊടിഞ്ഞിട്ടുണ്ടോ ഇല്ല. വീണ്ടും അത് മറവിലേക്ക് പോകുന്നു. വല്ല മനുഷ്യ കുഞ്ഞുങ്ങളുമുണ്ടോ അന്വേഷിക്കാൻ. ആരും കണ്ട് വീണ്ടും കുട്ടിനടുത്തേക്ക് മാട് ഞെക്കി നോക്കും, മുലപ്പാൽ പൊടിഞ്ഞിട്ടുണ്ടോ ഇല്ല. വീണ്ടും സഫയിലേക്ക്, വീണ്ടും കുട്ടിനടുത്തേക്ക്, വീണ്ടും മറവിലേക്ക്, വീണ്ടും കുട്ടിനടുത്തേക്ക്, വീണ്ടും സഫയിലേക്ക്, വീണ്ടും കുട്ടിനടുത്ത്, വീണ്ടും മറവിലേക്ക്. അങ്ങനെ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ കാൽപാത്രം വെള്ളം കുട്ടി വിടരുന്നത്. നിങ്ങള് അവിടെ നമ്മുടെ അതാണ് ആ പ്രതീക്ഷ എന്നുള്ള സംഭവം. ഇന്ന് നമ്മളെ ഭാര്യമാരൊക്കെ ഭർത്താവ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ കാണി കെട്ടുപോയിട്ട് ഞാൻ കുട്ടി നെഞ്ഞെടുത്തടിച്ച് കരയാനല്ല ഹാജറ പറയുന്നത്. എന്റെ കുട്ടിക്ക് വെള്ളം ലഭിക്കലാണ് എന്റെ ദൗത്യം. അത് കിട്ടുന്നത് വരെ ഞാൻ അന്വേഷിക്കലാണ്. ഇഫ് യു കൺ ഡ്രീം ഇറ്റ് യു കാൻ ഡു ഇറ്റ്. നിങ്ങൾ അത് തയ്യാറുണ്ടെന്നാ ചോദിക്കുന്നത്. അതിനാണ് ഉംറക്ക് വേണ്ടത്. ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടി തയ്യാറാണ്. ഇത് ഇളച്ചിക്ക് മാലായി കിട്ടാനും മറ്റൊരു ഭർത്താവ് കിട്ടാനും കുറെ കാർഗ കിട്ടാനും ഇങ്ങനെ കൊടുക്കാനല്ലാണ്ട് ഇതൊന്നും വാങ്ങാൻ നേരം കിട്ടില്ല. ഈ മനുഷ്യൻ വാങ്ങി തന്റെ പേര് പരാതി ഉംറ. ഇതിനല്ല നിങ്ങൾ പോകേണ്ടത്. അവിടെയാണ് നിങ്ങൾ ഉംറ അവൾ അഞ്ചാകുക. ആ ഇസ്മായിൽ വലുതാവുന്നു, അത് അറുക്കാൻ സ്വപ്നം കാണും. അതാണ് ഉമ്മ വളർത്തിയ തെറ്റുകയില്ലാതെ എനിക്ക് സാക്രിഫൈസ്. അതാണ് സ്നേഹത്തിന് രണ്ടാമത്തെ ഭാഷ. എന്താണ്? ആക്ട്സ് ഓഫ് സർവീസ്. ഞാൻ നേരത്തെ പറഞ്ഞു വേർഡ്സ് ഓഫ് അഫർമേഷൻ സ്നേഹത്തിന്റെ ഭാഷ. രണ്ടാമത്തെ ഭാഷയാണ് ആക്ട്സ് ഓഫ് സർവീസ്, ത്യാഗം. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുട്ടിക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി. അള്ളാഹുവിന്റെ പ്രവാചകരെ, പ്രവാചകൻ പറഞ്ഞ ഉദാഹരണം പറയണ്ടേ? ഒരു പ്രവാചകൻ കഥ പറയാണ്. ഗുഹയിലടക്കപ്പെട്ട് 3 ആളുകൾ, പാറ നടഞ്ഞു. ഞാൻ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഭക്ഷണം കൊടുത്ത ശേഷമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഒരു ദിവസം വന്നപ്പോഴാ എന്റെ വാപ്പയും ഉറങ്ങിയിരിക്കുന്നു. എനിക്കെല്ലാം വിശപ്പുണ്ട്, ഞാൻ കഴിച്ചില്ല. എന്റെ വാപ്പാനെ ഉണർത്തണ്ടെന്ന് വിചാരിച്ചു, ഉറക്കം ശല്യപ്പെടുത്തി അയച്ചിട്ട് നേരം പുലരുന്നത് വരെ ഞാൻ ഭക്ഷണത്തിലേക്കുമായി കാത്തിരുന്നു. എപ്പോഴെന്റെ പിതാവ് എണീക്കണം അപ്പൊ കൊടുക്കാൻ വേണ്ടി അങ്ങനെ നേരം പുലർന്നു. ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്ന് വിശന്നുകൊണ്ട് മകൻ. എന്നിട്ട് മകൻ പറയുകയാണ്, ഇതാ പാറ മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ പാറ മാറുന്നത്. എന്തിനാണ് ഇത് പഠിപ്പിക്കണം നമ്മളത്? ഇന്നൊക്കെ നമ്മൾ ആസ്പത്രിയിൽ റൂമെടുക്കും, സ്വന്തം മക്കളെ പണി വരും. പണി എന്താണ്? കളിച്ചിരിക്കുക, ടിവിയിലെ മുറിയിലിരിക്കുക. ആസ്പത്രി പോകണത് കമ്പ്യൂട്ടർ കളിച്ചിരിക്കുക. എന്നിട്ട് ഇവരങ്ങനെ പിന്നെ ഇഷ്ടം പോലെ തിന്ന. അടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ടാവും, മിക്സറാണ് ക്യാൻറ്റീനൊക്കെ തിന്ന് ബിരിയാണിയൊക്കെ തിന്ന് തന്നെ ആ തള്ള തന്നാണ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമുക്ക് സെൻസ് ഇല്ല. ആ മുറിയുടെ ഡിലക്സ് മുറിയാണോ, മറ്റേ മുറിയാണോ, AC ആണോ, ടിവിയിലെ മുറിയാണോ? അത് നിങ്ങൾ ഇതിലേക്ക് വേണ്ടി സഹിക്കുക, ത്യജിക്കുക, സമർപ്പിക്കുക, യാതൊരു പ്രതീക്ഷയും കൂടാതെ. അതാണ് കുടുംബത്തെ ഏറ്റവും പ്രധാനം. ഇത് നമുക്ക് പറയാനുണ്ടോ എന്നുള്ളതാണ്. എന്റെ കുട്ടി അതാണ്. 1988 അർമേനിൽ ഭൂകമ്പം ഉണ്ടായി. 10,000 ആൾ മരിച്ചു. എല്ലാ സർക്കാരുകളുടെ എല്ലാ രക്ഷാപ്രവർത്തനമൊക്കെ നിലച്ചു കഴിഞ്ഞു. അതാവുന്ന LP സ്കൂൾ, അതാ 4ാം ക്ലാസ് പിന്നെ ബിയില് ഒരു പിതാവ് അതാ കൈക്കോട്ടുകൊണ്ട് കളച്ചുകൊണ്ടേയിരിക്കുന്നു. രക്ഷാപ്രവർത്തകർ എന്ത് ചെയ്യുന്നു? എന്റെ കുട്ടി ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്റെ കുട്ടി ഉണ്ടാവും അവിടെ. ആളുകൾ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു അയാൾക്ക് മരിച്ചു പോയിട്ടുണ്ടാവും, ഇതൊന്നും കിട്ടുക കുറെ അടിയിൽ പോയതല്ലേ. ആ പിതാവ് നിർത്തിയില്ല. ദിവസങ്ങളോളം കളച്ച് തന്റെ കുട്ടി ഇരിക്കുന്ന ആ ഭാഗത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ബൈ ചാൻസ് വായുട്ട സന്ദർഭത്തോട് കുട്ടിയുണ്ട്. 5-8 ദിവസത്തിന് ശേഷവും ആ കുട്ടിനെ കണ്ടോടുകൂടി വാപ്പ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ആ കുട്ടി നീണ്ട് പറയാണ് പത്രക്കാരോടൊക്കെ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലോകത്ത് എവിടെയെങ്കിലും എന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്നെ രക്ഷിക്കുമെന്നുള്ളത്. ദാറ്റ് ഈസ് കോൺഫിഡൻസ്. ഇത് നമ്മളെ കുട്ടിക്ക് കൊടുക്കാൻ കഴിയണം. ദാറ്റ് ഈസ് സെക്യൂരിറ്റി ഫീലിംഗ്. എന്റെ പിതാവ്, എന്റെ മാതാവ് എനിക്ക് തരുമെന്ന് വിശ്വാസമുള്ള കുട്ടികൾ. അവിടെ താളം തെറ്റാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെയാണ് ഇസ്മായിലും? പാപ്പാ നിങ്ങൾ അടുത്തോളേ, എന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾ മനസ്സ് പത്രം എങ്ങനെ മുഖം നിലത്തേക്ക് താഴ്ത്തിക്കൊണ്ട് എന്റെ കഴുത്തറിക്കും എന്ന് പറയുന്ന മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം.
നമ്മൾ പറയുന്നത് കുട്ടികൾ ശരിയാവില്ല, വെറുതെ പറയണത്. പക്ഷെ നിങ്ങൾ നിറക്കണല്ലേ, നമ്മളെന്ത് നിറച്ചോ? പാപ്പ ഗൾഫിൽ ഒരു ടി വി ആയി കൊടുക്കും, PCB ആയി കൊടുക്കും, ബൈക്ക് ആയി കൊടുക്കും, മൊബൈൽ ആയി കൊടുക്കും, തൊക്കെ കൊടുക്കും. ഞാൻ പറയണു നിങ്ങൾ വീട്ടിൽ ഖുർആൻ വെച്ചു ഇല്ല, അത് വായിക്കില്ല. തഫ്സീറുണ്ട് വെച്ചില്ല, അത് വായിക്കലുണ്ടല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നേടുന്നത് നമ്മൾ മുസ്ലിങ്ങളെന്ന് പറയും ചെയ്യും. അപ്പൊ അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ തരുന്നത്. അപ്പൊ അവിടെയാണ് വാപ്പ മാപ്പളെ കുട്ടിക്ക് തോന്നുന്നത് എന്റെ ഉപ്പാക്കും അവിടെ താളം തെറ്റുകയും അവിടെയാണ് വാപ്പാക്ക്. അതാണ് ഖലീഫ ഉമർ പറഞ്ഞത്, ആദ്യത്തെ 6 വയസ്സ് വരെ കുട്ടിയെ രാജാവിനെ പോലെ, പിന്നത്തെ 6 വയസ്സിലെ കുട്ടി ദാസൻ, പിന്നത്തെ ടീനേജ് 13 വയസ്സാകുമ്പോൾ കുട്ടി ഫ്രണ്ടാണെന്നാണ്. ഇന്ന് ആൺകുട്ടിയാണ് വാപ്പിയും മോനും ഫൈറ്റ് 15-16 വയസ്സാകുമ്പോൾ. ഇപ്പൊ കുട്ടിയാണ് എമ്മിയും മോളും. എന്താ കാരണം? 2 സ്റ്റെപ്പ് കാര്യങ്ങളും കൊടുത്തെത്തുള്ളൂ. ആദ്യം കുട്ടിയെ രാജാവിനെ പോലെ പെരുമാറണമെന്നാണ് മനഃശാസ്ത്രം പറയുന്നു, നമ്മളെ ഇസ്ലാമും പറയുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഒന്നല്ലേ, ഞാൻ ഗർഭകാലത്തിൽ അസ്വസ്ഥത പറഞ്ഞു. കേരളത്തിൽ ജനിക്കുന്ന അധിക കുഞ്ഞുങ്ങളൊന്ന് 70% എന്നൊക്കെ പറയണത് മാതാപിതാക്കൾ ആഗ്രഹിക്കാതെ ഉണ്ടാവുന്ന കുഞ്ഞാണ്. ആക്സിഡന്റ് ബർത്ത് ഷുഡ് ബി ക്രിമിനൽ എന്ന് പറയണത്. അപ്രതീക്ഷിത ഉണ്ടാവുന്ന കുഞ്ഞ് കുറ്റകൃത്യം ചെയ്യുന്ന, അതിന് പ്രതീക്ഷിക്കേണ്ടാണ്. ഇത് ഞാൻ പഠിക്കുകയാണ്, ഞാൻ എൻട്രൻസ് ആണ്, ഞാൻ B.Tech ആണ്. ഇപ്പൊ ഗർഭം ഉണ്ടാക്കിയാൽ പിന്നെ ഇത് പോവും, മറ്റേത് പോവും, എന്റെ സെമസ്റ്റർ പോവും, ഇയർ ഔട്ട് ആവും. ഈ ടെൻഷനൊക്കെ കൂട്ടാണ് എങ്ങനെയൊക്കെയോ പെണ്ണ് ഡേറ്റ് ഇട്ടുന്നത്. അത് എന്നോട് കൂടി ഓളം എന്നെ പറയും, ഈ ഇന്ത്യ ഉണ്ടാക്കിയത് സ്വന്തം അമ്മാനാണ്, അമ്മായിമാനാണ് വേറെ, ഭർത്താവ് 4 ഷൗട്ടാ ശ്രദ്ധിക്കുന്നിട്ട് അവസാനം കുട്ടി ആത്മഹത്യ ശ്രമിക്കുക. സാറിന്റെ കുറ്റാണോ? ചിലർ അബോർട്ട് ചെയ്യുന്നു, അബോർട്ട് ചെയ്യാത്ത കുട്ടിയുടെ അവസ്ഥയെ പറഞ്ഞത്. അവിടെ അത് പറഞ്ഞത് LDന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ വരുന്നത്. ഇഷ്ടപ്പെടാതാണെന്ന് പറയണ്ട റബ്ബനാ ഹബ്ബനാ മിനൽ അസ്വാജ്. അത് നിങ്ങളിലാണ്. സ്കൂളിലേക്ക് ആ വീടിന്റെ പേരെന്താണ്? മസ്കൻ, മൻസിൽ, ദാർ. 3 പേരാ ഖുർആനിൽ വീടിന് പറഞ്ഞത്. 3 സൈക്കോളിക്കൽ വേർഡാ. ദാർ യദൂർ, ദൗർ കറങ്ങുന്ന സ്ഥലം, നസല യൻസിൽ മൻസിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലം, സക്കന യസ്കുൻ മസ്കൻ സ്വസ്ഥതയുടെ കേന്ദ്രം. 3 സൈക്കോളിക്കൽ വേർഡാ. ബൈത്ത് ഹദീസിലാണ് കാപ്പാർക്കുന്ന സ്ഥലം എന്നുള്ളത്. ഖുർആനിൽ പറഞ്ഞതാണ് മസ്കൻ, ദാറ്. എന്താ ദാറ്? കറങ്ങാനുള്ള അർത്ഥം 3500 കിലോമീറ്റർ ദൂരെയുള്ള മസ്കത്തിൽ നിന്നും രാത്രി അതാ 7 മണിയായി എന്റെ പിതാവ് ഉണ്ടാവും സിറ്റൗട്ടിരിക്കുന്നു, നല്ല തണുപ്പ്, എന്റെ പിതാവ് 19 വയസ്സ് ചുക്കിട്ടുള്ള അവസ്ഥ പുറച്ചിരിക്കുന്നുണ്ടാകും. അത് ചൂടുള്ള കാലാണ്, എന്റെ പിതാവ് വിശറുകൊണ്ട് വീശുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന മകൻ കാണുന്ന മാനസികാവസ്ഥ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പഴകാലത്ത് വല്യമാര് പറയാറില്ലേ, മൈൻപേടി ഞാൻ വേഗം പോട്ടെ, എന്റെ മിറ്റത്തിൽ ലേശം മുളക് ഉണക്കാട്ടിട്ടുണ്ട്, എന്റെ പുഴകളൊക്കെ മുളനായി. എപ്പോഴും ഇങ്ങനെ ആ ചിന്ത ഇങ്ങനെ വരിക. എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യയെ, എന്റെ കുട്ടിയെ, എന്റെ ആ ചിന്ത ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കണം എന്നാണ്. ഇന്ന് പലപ്പോഴും ആ ചിന്ത നഷ്ടപ്പെട്ടു അവിടെ ധാരാളമുള്ളപ്പോഴാണ് കാക്കകൾ വരെ വൈകുന്നേരത്തിന്റെ കൂട് ലക്ഷ്യമാക്കി പറക്കുന്നത് കാണാം. നമ്മൾ നാട്ടിലെ യുവാക്കളൊക്കെ ഇങ്ങനെ റോട്ടുകൾ നടക്കുക. മലബാറിലൊക്കെ ഏറ്റവും കൂടുതൽ രാത്രി ഭക്ഷണത്തിന്റെ ഓട്ടം തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ നടക്കുക, വൈകുമേ അവിടെ തിന്നു ഇവിടെ തിന്നു കള്ളെടുത്ത് എവിടെയോ വന്നിട്ട് സിറ്റൗട്ടിൽ നിന്ന് കിടക്കുക. അതിന്റെ വീടിലേക്ക് തോന്നുന്നില്ല. അത് വലിയ കൊട്ടാരക്കാറ്റ് കാര്യമല്ല. വൈകുന്നേരം ആയാൽ പിന്നെ ബാറിന് മുമ്പിൽ വരിക്ക് നിൽക്കണം. വൈകുന്നേരം ആയാൽ ലിക്വർ ഷോപ്പിന് പോയി വരിക്ക് നിൽക്കാൻ കഷ്ടപ്പെട്ട് വൈകുന്നേരം ഓട്ടോറിക്ഷക്കാര്, തെങ്ങമ്മക്കാര്, സെന്റർമഴുത്ത ആളുകളൊക്കെ എന്താ കാരണം ഈ വീട്ടിലേക്ക് പോകാൻ വയ്യ, ഭാര്യന്റെ മോന്ത കാണാൻ വയ്യ, ഇടങ്ങാറാൻ അച്ഛനെ കാണാൻ വയ്യ, അമ്മയെ കാണാൻ വയ്യ. എത്രയോ വരുന്ന മദ്യപാനം മാറ്റാൻ വേണ്ടാണ്. സാറിന്റെ ഭാര്യ നല്ല വാക്ക് പറഞ്ഞാൽ കല്യാണക്കാര് കല്ലുടിച്ചു പറഞ്ഞു ഹിന്ദു സഹോദരൻ അപ്പൊ കഴിഞ്ഞ ചോന്നപ്പോ മേസാണ്. ഇവള് ഒരു നല്ല വാക്ക് പറയില്ല. ഞാൻ അപ്പോഴും ഒറ്റ കാലം പാട്ടോട് ഇന്ന് ഒരാൾ വിളിച്ചു, ഇതുവരെ സ്റ്റേഷനിൽ വന്ന വിളിച്ചിട്ടില്ല. രാവിലെ ഞാൻ ആ ഭർത്താവ് പോകുമ്പോൾ ഒപ്പം ഇറങ്ങി ചെല്ലാൻ മുറ്റം വരും. ജയിക്ക് വരെ കഴിഞ്ഞ മുമ്പ് പണിസാധനം ഉണ്ടാവും, തേപ്പിന്റെ സാധനം, അത് കയ്യിൽ നിന്ന് കൊടുക്കുക, അത് അവിടെ കൊടുക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും മുമ്പ് കയ്യിൽ ഫ്രൂട്ട്സോ പച്ചക്കറിയോ അത് വാങ്ങാൻ ചെല്ല, സിറ്റ് ഔട്ട് എടുക്കും കൊണ്ടുവരും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇയാളുടെ മുമ്പ് കരയാണ്. ഞാൻ ഹിന്ദുവാണ്, അവിടെ എനിക്ക് വല്ല ഈ കട്ടിലെ വെക്കുക ജെല്ലെടുക്കുമ്പോഴൊക്കെ പലയിടത്തും കള്ളും കുപ്പി കിട്ടലുണ്ട്. ഞാൻ കുടിക്കാറില്ല, അദ്ദേഹം ചങ്ങന്മാർ കൊടുക്കാനാ. പക്ഷെ ഇന്നിപ്പോ ഞാൻ മദ്യത്തെ അടിമയായി രാത്രി ഭാര്യ കൂട്ടി തല്ലും, അയൽവാസിക്ക് ഉറങ്ങാൻ പറ്റണില്ല. അയൽവാസി അയാൾ കുടിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താണ്? ഭാര്യയുടെ സ്വസ്ഥ കിട്ടുന്നുണ്ടോ? പ്രവാചകത ഹിറാ ഗുഹയിൽ ദിവസന്ദേശം ലഭിച്ച് ഭയപ്പെട്ട് വിറച്ചു വന്നപ്പോൾ ഭാര്യ ഖദീജ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആശ്വസിപ്പിച്ചു. കൊടുക്കുന്നത് താങ്കൾ നല്ലവനാണ്, പാവപ്പെട്ട സഹായിക്കുന്നവനാണ്, കലഹണ്ടാരുടെ കലഹം തീർക്കുന്നവനാണ്, കുടുംബബന്ധം നേരാക്കുന്നവനാണ്, താങ്കൾ ലോകത്തിന്റെ നായകനാകാൻ പോവുകയാണ്.
നേരം വിളിക്കട്ടെ, നമുക്ക് വറക്കത്ത് നൂഫിനടുത്ത് കൗൺസിലിംഗിന് പോകാമെന്ന് ആര് പറയുന്നു? ഭാര്യ ഖദീജ. ഇങ്ങനെ സങ്കല്പിച്ചാൽ നമ്മുടെ ഭർത്താവൊക്കെ രാത്രി ഇവിടേക്കൊന്നും പണിയൊന്നും നോക്കാതെ ഏതോ മലന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. നിങ്ങൾ ഗുടിക്കൊന്നും വരില്ല, ചിലക്കമ്പോൾ ചോറോട്ട് കൊടുക്കുമ്പോണാക്കട്ടെ. അത് ചെയ്യുന്നത് ഖദീജയൊക്കെ ഒരു അവസാനം വരികയാണ് പേടിച്ചിട്ട്. എന്താണ് ഉള്ളു പറയാ നോക്കി നിങ്ങൾ നമ്മളെന്താ പറയാനുള്ളത്? ഖദീജ പറഞ്ഞില്ല. അതുകൊണ്ട് ഖദീജ മരിച്ചതിന് ശേഷം വരെ സുന്ദരിയുടെ സുന്ദരിയായ ആയിഷയുടെ മുമ്പിൽ വെച്ച് വരെ പ്രവാചകൻ ഖദീജയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിരുന്നു. ഒരിക്കൽ ആയിഷ പറഞ്ഞു, ഈ സുന്ദരിയായ ഞാൻ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ആ മരിച്ച കിഴവിയെ ഓർക്കണോ കേട്ടോ. ആയിഷ ഓർക്ക് പോലും തോന്നുകയാണത്. എന്താ നബി പറഞ്ഞത്? ആയിഷ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. എല്ലാവരും ആട്ടുഓടിച്ചപ്പോൾ അഭയം തന്ന ഖദീജ, എല്ലാവരും പട്ടിണിട്ടപ്പോൾ ഭക്ഷണം തന്ന ഖദീജ, എല്ലാവരും വെറുക്കപ്പെട്ടപ്പോൾ സ്നേഹം തന്ന ഖദീജ, ആ ഖദീജയുടെ ഹൃദയത്തിന് മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ അതിനർത്ഥം നമ്മൾ കഴിയും. നമ്മൾ ശ്രമിച്ചോളൂ. അതാണ് വർക്ക് ചെയ്യണം. അത്ര ദിവ്യ ഔഷധമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു ഒരുപാട് മാസ്മരിൽ തന്നിട്ടുള്ളത്. ഏത് പരിണിക്കനായ ആണിനെയും ഒതുക്കാനുള്ള കഴിവുകളാണ് പെണ്ണുള്ളത്. ഫിസിക്കൽ അപ്രിയേഷൻ. ഒരു 10-15 വയസ്സ് ആണിന്റെ ശബ്ദം മാറലാണ്. അങ്ങോട്ട് പറയും അങ്ങോട്ട് ശബ്ദം മാറുന്നതാണ്. പെൺകുട്ടിയുടെ ശബ്ദം മാറില്ല എങ്കിൽ ആണിന് എപ്പോഴും ആ പെണ്ണിന്റെ സൗമ്യമായ ശബ്ദമാണ് ഇഷ്ടം. ഭർത്താവ് ചായ കാരണം അതാണ് സൗണ്ട് ഭയങ്കര പ്രധാനമാണ് പെണ്ണുള്ളത്. അതാണ് സൗമ്യമായ പരിക്കനല്ല. ഇനി ഒരു ആളുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും വേഗം. നിങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. 2-3 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയി അടുത്ത പോകും വേണം. ആ ടെൻഷൻ ആയിരിക്കുന്ന സമയത്താണ് ഒരു പുരുഷ സ്വരത്തിൽ അനൗൺസ്മെന്റ് കേൾക്കുന്നത്. യാത്രക്കാർ ശ്രദ്ധിക്കുക, 3 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിരിക്കുന്നു, ക്ഷമിക്കുമല്ലോ. ഒരു ഏറെക്കാല ബോക്സിന് ഒരു പെണ്ണ് ശബ്ദമാണെങ്കിലോ 2 ഞാൻ 5 മണിക്കൂർ നോളാതെ. ഇതിനർത്ഥം എന്താ കാര്യോ? നിങ്ങളെ ഭർത്താവ് എത്ര ട്രാഫിക് ജാമിൽ കച്ചവടത്തിലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് ടെൻഷൻ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി വന്നാൽ ആ ഭാര്യയുടെ ഒരു സ്വരം കേട്ടാൽ എല്ലാം ഒതുക്കാനുള്ള ദിവ്യൌഷധം അല്ലാഹു നിങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് അള്ളാഹ് പറയുന്നത്. വിഷമം കൊടുക്കണ്ടേ, വിളമ്പി കൊടുക്കണ്ടേ? അവിടെ ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പും കുത്തിങ്കളാണ് ഭാര്യ. ഒരു മാസം തെറാപ്പി എടുത്തോളാണ്. ഞാൻ വെല്ലുവിളിച്ചത് 9 മണിക്ക് ഭർത്താവ് വരുന്നു. നിങ്ങൾ 8-8:30 മണിക്ക് നിങ്ങളൊക്കെ ഉഷാറായിട്ട് മെയിൽ കഴിക്കുന്ന നല്ല ഡ്രസ്സൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തൊക്കെ ഓദിപ്പിച്ച് പഠിപ്പിച്ച് സിറ്റൗട്ടിങ്ങനെ ഭർത്താവ് ഓർത്തി നോക്കാണ് നിങ്ങൾ. അത് തെറാപ്പി കൂടെ കാണിച്ചിരുന്നൊന്നുമില്ല. അങ്ങനെ അപ്പൊ നല്ലത് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഭർത്താവ് പെണ്ണാണ് വന്ന രംഗം, ആ കിളിന്നനെ ടെലിവിഷനിലെ ചങ്ങായി വന്ന രംഗം, നിങ്ങൾ വെള്ളം കൊടുത്ത് പാവാട വെള്ളം കൊണ്ട് കൊടുത്ത രംഗം, ആദ്യമായി കല്യാണം ആർക്കും ഓർക്കാം. അവധിമാരിപ്പൊക്കെ അങ്ങനെ ഓർക്കുമ്പോൾ ആ ഭർത്താവിന്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ തോന്നുന്നുണ്ട്. അയാളെ ആ ബൈക്കിന്റെ സൗണ്ട്, അയാളെ കൊര, അയാളെ ഷൂവിന്റെ ശബ്ദം ഒക്കെ ഇങ്ങനെ തോന്നുമ്പോ കണ്ടോ ഭർത്താവ് ഇങ്ങനെ വരുന്ന തോന്നുന്ന ഫീലിംഗ് ഒക്കെ ഒരു 1/2 മണിക്കൂറോളം അവിടെയാണ്. അവിടെ പ്രവാൻ ശരിക്കും പറയണ്ട അവിടെ കേട്ടോ. അത് പറഞ്ഞ വാക്കെന്താണ്? ഭർത്താവ് വരുമ്പോഴേക്കും ഭാര്യ മുടികൾ ചീകി കാത്തിരിക്കട്ടെ. എന്താ പ്രവാചകനൊക്കെ കാരണം മുടികൾ ചീകി കാത്തിരിക്കട്ടെ അർത്ഥം മൈൻഡ് ഇതിക്ക് തന്നെ വരണം. ഇന്ന് മിക്കവാറും എന്താണ് ദിലീപിന്റെ സിനിമ കണ്ട് ഷാരൂഖ് ഖാന്റെ പാട്ട് കണ്ടിരിക്കുക. പിന്നെ ഭർത്താവ് പാവം വിയർത്ത് കുളിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായി വരുമ്പോ ഗ്ലാമർ ഉണ്ടാവില്ല. വീട്ടിൽ പോളൂ. കാരണം എന്താണ്? ഇയാളിലേക്ക് നോക്കണം എന്നാണ്. അത് നബി പറഞ്ഞു നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കേണ്ടത് ആണ്. അതുപോലെ തന്നെ എന്റെ ഭാര്യയിലേക്ക് നോക്കണം. അപ്പൊ ഭാര്യ ഇങ്ങനെ ഓർക്കുമ്പോ പഴയ കാലം ഇങ്ങനെ വരും. അതിനെ നൊസ്റ്റാൾജിയല്ലേ? പണ്ട് പെണ്ണ് കാണുമ്പോൾ നിറമൊക്കെ വരുമ്പോഴാണ് അറിയാതെ പാട്ട് വരെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാൻ, കഴിഞ്ഞ കാല കൊഴിഞ്ഞ സുമം കൂത്തുവിടർന്നു, എൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നാണ്. അപ്പോഴാണ് കഷണ്ടി തലയിലെ ഗ്ലാമറായ പുരാപ്പതിങ്ങനെ മനസ്സിലായി. അവിടെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഭർത്താവ് ഗ്ലാമറില്ലല്ലോ, നമ്മൾ ഭാര്യ ഗ്ലാമറില്ല. എന്താ കാരണം? നിങ്ങൾ നിങ്ങളിലേക്കാണെന്ന നബി പറഞ്ഞു. അവിടെ ഇവിടെ പോകും, പലതും കാണുക, ഉടനെ ചെല്ലുകളെ കുട്ടികളെ ഭാര്യയോടെന്ന് നബി പറഞ്ഞു. വേറെ നബി പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണെങ്കിൽ സ്വർഗം. ഉടനെ സഹാബാക്കൾ ഞങ്ങളുടെ ഭാര്യയുടെ സ്വർഗമോ? അതെ. അല്ലാത്തവർക്ക് നരകം കിട്ടൂലേ? നിങ്ങൾ ഭാര്യയിലേക്ക് ആകുമ്പോൾ സ്വർഗം ലഭിക്കുന്നു പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഭക്ഷണം ചെയ്യും. ഇത് ഭർത്താവ് ചോറ് എടുത്താലും ചോറ് വയ്ക്കുമ്പോൾ അവരെ ഭാര്യ നോക്കൂല, ടീമൊക്കെ നോക്കാം. കാവ്യമാധവനെ
ഈ പാവം ഉണ്ടാക്കിയിട്ടുണ്ടാവും, വെച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇടങ്ങാറായിട്ട് കുട്ടിക്ക് അസുഖം ഉണ്ടാവും, കുട്ടി പനി ഉണ്ടാവും, മറ്റേ നല്ല ഉണ്ടായിട്ട് പോലും സാമ്പാറും കറി മീൻകറൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വെച്ച് നോക്കുമ്പോൾ ഭർത്താവ് വന്ന് കഴിഞ്ഞ് ഉപ്പ അയച്ചിട്ടു ഏത് കഴിക്ക് വന്നു, ടി വി എടുത്ത് ഓൺ ചെയ്ത് ചോറ് ഇങ്ങനെ വെച്ച് ടീമൊക്കെ ഇങ്ങനെ കായമാതം നോക്കി ഇങ്ങനെ തിന്നാണ്. എന്നെ ശ്രദ്ധിക്കണം എന്നാണ്. ഇതൊക്കെ ഗൾഫിന്റെ തരംഗാണ്. അങ്ങനെ അവിടെ വേറെ ആരില്ലല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യും ടി വി. അപ്പൊ ഭർത്താവ് വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യും. അപ്പൊ ഭാരതദേശത്ത് വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പൊ ഭർത്താവ് ഏറ്റാറാ എന്താ റിമോട്ട്. അങ്ങനെ 10-20 റിമോട്ട് ഭർത്താവ് എടുത്ത് കൊണ്ടിച്ചു. സാറിന് കുട്ടികളുള്ളത് ഈ ഫ്ലാറ്റിൽ കഴിഞ്ഞാൽ നേരം വെത്താൻ വൈകുന്നേരം വരെ വന്നാൽ മതി. ഭർത്താവ് ഉച്ചവരെ ചോദിക്കാൻ രാത്രി വന്നാൽ ശരി, മുമ്പ് എന്നോട് ചോദിക്കാൻ മുണ്ടൊന്നുമില്ല. ഞാൻ ഇരുന്ന് ചടച്ചു. ഇവിടെ ഈ ഫ്ലാറ്റിനുള്ളിൽ ഒന്നും മിണ്ടണ്ടേ, ഈ കറി എങ്ങനെ ഉണ്ടാക്കി, എന്തൊക്കെ ഉപ്പേരി, ഒന്ന് ടേസ്റ്റ്. ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സുഷ്കാന്തി. അശ്രദ്ധനായവന്റെ ഭാര്യയും വിധവയും തമ്മിൽ വ്യത്യാസമില്ല. അശ്രദ്ധനായവന്റെ ഭാര്യയും വിധവയും തമ്മിൽ വ്യത്യാസമില്ല. എന്താ മോളിന് മുറിങ്ങനായത്, എന്താണ് കരിയായത്? ഇപ്പൊ ഭാര്യ അടുക്കളയിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ, ആളെ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുകയാണ്, കഷ്ടപ്പെടും. അപ്പൊ ഉള്ളി തട്ടിയപ്പോ മുറിയായി, ഈ മുറിച്ചപ്പോ മുറിയായി. നല്ല ഭർത്താവിനെ ചോദിക്കുള്ളൂ. സ്വാഭാവിക ഭർത്താവിലേക്ക് വരും, ഇതാ മുറിയായി. എവിടെ ഭർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു നോക്കാം. കണ്ണൊന്നുമില്ല, ഏതായാലും ശബ്ദമല്ല, പിന്നെ മുറിയായില്ലേ, ആണ് മാറിക്കളി. പിന്നെ അങ്ങനെ പറഞ്ഞ പിന്നെ വരില്ല. നേരെ മറിച്ചോ, ഉടനെ തന്നെ ഭർത്താവ് ഹിന്ദു പേപ്പർ വായിക്കാണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാണെങ്കിലും എന്റെ ഇണ വരുമ്പോൾ എന്താണ് അത് ഇവിടെ വരുന്നൊക്കെ അറിയോ? മർദ്ദിതയുടെ മാനസികാവസ്ഥ വരുന്ന സ്ത്രീ ഇരയാകുമ്പോൾ മനസ്സിലാണ് എങ്ങനെ വരുന്നു. അപ്പൊ ചൈൽഡ് ഭാവത്തിലാണ്. എന്നെ കെട്ടിപ്പിടിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ ആനന്ദിപ്പിക്കുന്ന മാനസികാവസ്ഥയിലെ ഭാര്യ വരുന്നത് മുറിയായിട്ട് പോയി ഇണന്റെ അടുത്തേക്ക് പേപ്പർ വെച്ചുകൊണ്ട് ഇണന്റെ അടുത്തേക്ക ഞാൻ മുറിയായി. ഉടനെ ഭർത്താവ് എണീക്കണം, ഫേഷ്യൽ റിഫ്ലക്ഷൻ കാണിക്കുക മുഖത്തുനിന്നാണ്. ഞാൻ പറഞ്ഞ വരുന്നത് ഞാൻ മഴ സെൽഫി എന്റെ മുറി കഴിഞ്ഞ് എന്ത് ഇടക്കാറ വേദന വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ കൈ വിരൽ വാങ്ങിയിട്ട് ഒന്ന് ഇമ്പണം. ഈ ഇമ്പിലിറ്റസികളെ ഭർത്താവ് ഇമ്പിലിറ്റസികളെ മുറിയപ്പോ നോക്കണം കുടുംബം അങ്ങനെ ഉണ്ട്. ഒരൊറ്റ കിട്ടില്ല പ്രശ്നം. എന്താണ് അതൊന്നും നിയമം വെച്ച് ഇവിടെ പ്രശ്നം മുമ്പറ്റില്ലല്ലേ, എൻ്റെ അർത്ഥം കൂട്ടാണ്ടാക്കുണ്ടാവില്ല. ഞാൻ പറഞ്ഞ അവിടെയാണ് കുട്ടിയാലും ശരി. ഇന്നൊക്കെ ജ്യേഷ്ഠത്തിൽ 5 കളിക്കുകയാണ്. ഇവിടെ 7 കുറിച്ചു, 5ന്റെ കഴിയുമ്പോൾ മുറിയായി. എന്താ ജ്യേഷ്ഠന്മാരാ എനിക്ക് നല്ല പറ്റി എന്താ പറയാ. അതിനകത്ത് 80 കുട്ടികൾക്ക് 5ന്റെ ഡ്രസ്സ് കേടുന്ന ജ്യേഷ്ഠ സന്തോഷം, ഇളയച്ചന്റെ പുതിയ ചുരിദാർ കത്തിയാൽ മുത്തച്ഛക്ക് സന്തോഷം. മനസ്സിലായല്ലോ, അതാണ് അസൂയകൾ വരുന്നത്. 5ത്തി ഭംഗിയുടെ ജ്യേഷ്ഠത്തിക്ക് അസൂയ. ജ്യേഷ്ഠത്തിക്ക് മെഡിക്കൽ കോളേജ് ജ്യേഷ്ഠത്തിക്ക് അഡ്മിഷൻ കിട്ടി എൻട്രൻസിന്. 5ത്തിക്ക് കിട്ടിയത് അവിടെ ആലപ്പുഴയിൽ. എന്നിട്ട് ആകെ ഇവർക്ക് ടെൻഷൻ, മറ്റേ താത്ത കിട്ടിയ ടെൻഷൻ മാനസികം തോന്നി. ഉറപ്പിയും ഡോക്ടർമാർ അത് അക്സെപ്റ്റ് ചെയ്തില്ല. താത്തക്കവിടെ കിട്ടിയില്ലോ എൻട്രൻസിൽ പോലത്തനുസരിച്ചല്ലേ. അവിടെ ഞാൻ പറഞ്ഞു അവിടെയാണ് നമ്മുടെ മനസ്സുകൾ സ്വാഭാവികമായിട്ട്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഫാമിലി 10 ഫംഗ്ഷൻ ആട്ടോ. ഞാനോ എന്റെ പറഞ്ഞില്ല, ഇവിടുത്തെ നേരല്ല. ഒന്ന് സ്നേഹം, വേറൊന്ന് സെക്യൂരിറ്റി, വേറൊന്ന് മതപരം, വേറൊന്ന് കുട്ടികളെ വളർത്താൻ ശ്രദ്ധിക്കുക, വേറൊന്ന് സാമ്പത്തിക ക്രമീകരണം, വേറൊന്ന് അമ്യൂസ്മെന്റ്, വേറൊന്ന് ഫുഡ്, വേറൊന്ന് ഹെൽത്ത്, വേറൊന്ന് സെക്ഷന്, വേറൊന്ന് നെയ്ബറി. ഓരോന്ന് മിനിമം ഒരു 1.5 മണിക്കൂർ ഓരോന്നും പറയണം. ബോർഡൊക്കെ എഴുതി പഠിപ്പിക്കണം. ചെപ്പ് നേരം ഇത് ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടി പറഞ്ഞിട്ടാണ്. അപ്പൊ ഇത് നല്ലത് എന്താണെങ്കിൽ ഒന്ന് വേണ്ടെന്നാണ്. ഒന്ന് നിങ്ങളെ തറവാട്ടിലൊക്കെ 13 വയസ്സിന് ശേഷമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് മാത്രം വർക്ക്ഷോപ്പ്. ഒരു കൊല്ലത്തിൽ 2 ഡേ തന്നാൽ മതി. കുട്ടി നാളം തെറ്റില്ല, കള്ളുടിച്ചൂല, കഞ്ചാവ് വലിച്ചൂല, പ്രണയിക്കൊന്നും ചെയ്യില്ല. നമുക്ക് നേരല്ല. കമ്മിറ്റി ഇതിപ്പോ എന്ത് കമ്മിറ്റി ഉണ്ടാക്കും, അത് കഴിഞ്ഞു. അതുപോലെ അന്ന് പുസ്തകത്തിലുണ്ടാവും. അത് സ്ഥിരമായിട്ട് ഇപ്പൊ ഞാൻ ചില മഹല് ഞാൻ തന്നെ ചെയ്യണം, ആർക്കും ചെയ്യാം. ആ കുട്ടിയൊക്കെ സിസ്റ്റം. അപ്പൊ 13 വയസ്സായ കുട്ടിയെ, 15 വയസ്സായ കുട്ടിയെ, ഒരു ബിടെക് ഒരു MBBS ഒക്കെ ഉണ്ടാവും. ഒരു മിക്കവാറും വലിയൊരു കുടുംബത്തിലൊക്കെ 10, 30, 40 കുട്ടികളുണ്ടാവുള്ളൂ. അവരൊക്കെ നല്ല ട്രെയിനിങ് എന്ന രീതിയിൽ കൊല്ലത്തിൽ 1-2 ദിവസം അല്ലെങ്കിൽ വില എടുക്കുക കൂടുക, ആ മാസം ഇരിക്കുക. അതിന് ഏതെങ്കിലും ഒരു പെണ്ണുണ്ടാവും എടുത്ത് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും അഫ്സൽ പഠിച്ചു വരണോ അല്ലെങ്കിൽ ടീച്ചറൊക്കെ ഉണ്ടാവും. അതിന് ട്രെയിനിങ് കൊടുക്കണമെന്നുള്ളൂ. അത് ആ സിസ്റ്റം അല്ലെങ്കിൽ രക്ഷ. അല്ലാതെ എത്ര പണ്ട് പഠിച്ചിനോ അറസ്റ്റ് പഠിച്ചിനോ ആഫിലാന്നുള്ള കാര്യമൊന്നുമില്ല. മനസ്സിലായല്ലോ. 1. 2 ഈ കുട്ടികൾ ഇന്നിപ്പോ കുട്ടികളുടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ ദമ്പതികൾ ഭാര്യഭർത്താക്കൾ മാത്രം, അവര് മാത്രം അവർ കൊല്ലത്തിൽ ഒരു 1-2 ദിവസം ഒരുക്കുന്നുണ്ട്. എങ്ങനെ മാരേജ് ഒക്കെ കൂടുതൽ പഠിപ്പിക്കണം. ഇങ്ങനെ ആയാലും ഇങ്ങനെ പെരുമാറേണ്ടത്, അമ്മായിമ്മ അങ്ങനെ ചീത്തറൽ എങ്ങനെയാണ് അത് മരിച്ചു കൊടുക്കേണ്ടത്, അതൊക്കെ പഠിക്കേണ്ടതുണ്ട്. മരുവൾ ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെ അമ്മായിമ്മ ശരിയാക്കി എടുക്കേണ്ടത്. ഇത് എപ്പോഴും പറയും ഓൾ അങ്ങനെയാണ് രാവിലെ പണിക്കലാം മറ്റേ ചിലപ്പോൾ മിഞ്ഞാന്നിരുപണ്ട്
PSO കഴിച്ച മരുവോളെ ഇപ്പോൾ മാനസികമായി അമ്മായിമാരെ ഇറങ്ങാറുണ്ട്. ഭർത്താവ് ഗൾഫിലുണ്ട്. ഒന്ന് പോലും ഈ പറഞ്ഞ മാതിരി ഓൾ പ്രേമിച്ച് കിട്ടുക. നമ്മൾ എൻ്റെ കേട്ടുണ്ടാവുന്ന പറഞ്ഞു. എന്താ പണ്ടതാണ് ഇപ്പോൾ അമ്മായിമ്മ കുറ്റം പറഞ്ഞത്. കാരണം നിന്നോട് അമ്മായിമ്മ തട്ടിൻ്റെ മുകളിൽ എൻ്റെ മകൻ ഇങ്ങനെ വളർത്തിയാണ്, ഒറ്റ മോനുള്ളൂ. ഞാൻ തട്ടിൻ്റെ മുകളിൽ പോയപ്പോൾ ഓൾ ബാത്റൂം കണ്ടപ്പോൾ ഞാൻ ഉറപ്പായി. കാരണം ഓളെ പിന്നെ ബ്ലഡൊക്കെ ഉള്ള പേടൊക്കെ ഉണ്ട് അവിടെ കിടക്കുന്നത്. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞാൽ താത്തൊന്ന് കുളിച്ചോളന്ന് വൃത്തിയാക്കില്ലേ. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചോളൂ സാറേ ഞാൻ അന്ന് അപ്പോൾ മറന്നു പോയതാ പെട്ടെന്ന് ഞാൻ പിന്നെ ശരിയാക്കലുണ്ട്. ഇത് അമ്മായും പലരോടും വേണ്ടി കുട്ടിക്ക് ടെൻഷനായി. ഞാൻ പറഞ്ഞെന്താണ് ഇതൊക്കെ കുട്ടിയോട് 19 വയസ്സായി കോളേജ് പഠിച്ച കുട്ടി അത് പല പല ഡീലിങ്സുകളൊക്കെ ഉണ്ടാവും. ഈ ടെസ്റ്റ് അസൈൻമെന്റ് സെമിനാർ ക്ലാസ് ഇതൊക്കെ ടെൻഷൻ ഉണ്ടാവും. മറന്നുപോകും. അത് ഉമ്മനെ ഒന്നും പറയാതെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തോന്നിപ്പിച്ച മോളെ ഞാൻ ചിലപ്പോൾ ഉണ്ടായിരുന്നു ഉമ്മ അത് വൃത്തിയാക്കി നീ മോള് സത്യം കാട്ടോ പറഞ്ഞ പ്രശ്നം നീന്നു. ഇത് എല്ലാവരുടെ കുറ്റം കാണാണ്. ഇത് അത് ഭർത്താവിനോട് പറയാ, അതിന്റെ ഭർത്താവിനോട് അമ്മോശക്കാണ്, അത് മകനോട് പറയാ. ഇതിൽ ആൾ കൂടി സ്ത്രീയെ കണ്ട് മോശം പക്ഷെ ബ്ലെയിം ചെയ്ത് പറയാണ്ടല്ലോ വർഷത്തരം. ഇപ്പൊ ആ കുട്ടിക്ക് എന്തായി അസ്വസ്ഥയായി. അവൾ പറഞ്ഞു പിന്നെ കാലത്തൊക്കെ കാണുന്നത് തോട്ടെ എനിക്ക് ഇപ്പോൾ ആരും എണീക്കുന്നേ തോന്നിലാണ് പോയി അവിടെ പോകാൻ. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിക്ക് ഭർത്താവ് ഗൾഫിലാണ്. ഇടയ്ക്ക് പോയാൽ അവൾക്ക് അവിടെ എത്തിയാൽ ഭയങ്കര രോഗങ്ങളാണ്. ഓളെ വീട്ടിൽ പ്രശ്നമായി. ഇതാണ് അവസ്ഥ. കാരണം ഇതിങ്ങനെ മനങ്ങനെ ഓർക്കാണ്. അമ്മായി പറഞ്ഞ ഞാൻ കുട്ടി അങ്ങനെ വർത്തിയാണ്, ഞങ്ങളിങ്ങനെ വൃത്തിയാണ് മറ്റേന്നൊക്കെ പറയണ്ടേ. ഈ പെണ്ണിലേറെ അല്പം സമ്പത്തുണ്ടായ ആണിന്റെ വീട്ടുകാർ. അപ്പൊ അത് വേറെ വിഷയം. ഒത്തൊക്കെ കറക്റ്റ് ആവുന്നു. ഞാൻ ഇവിടെയാണ് എങ്ങനെയാണ് എന്റെ മരുവോളെ ഞാൻ കൈവശപ്പെടുത്തേണ്ടത്. അമ്മായി പഠിക്കണം. ഞാൻ എപ്പോഴും പറയണ്ടേ സ്വന്തം മകളിലേറെ സ്നേഹിക്കേണ്ടത് മരുമകളെയാണ്. കാരണം മകളെ കുട്ടി നമ്മളെ കുട്ടിയല്ല, മരുമകളെ കുട്ടി നമ്മളെ കുട്ടി അല്ലേ. മരുമകളെ കുട്ടിയാണ് നമ്മളെ കുട്ടി, മകളെ കുട്ടിയാണ് അവരുടെ കുട്ടിയാണോ? പക്ഷെ മിക്ക വീടുകളിലും മകളും വരുന്ന മകളും ഉമ്മയും കുസുകുസ മരുള് വളർത്താം. നിങ്ങളെ കുട്ടിയെ തകരുക ആണ് മിക്ക പേരെ കുട്ടികളും ഇമ്മമാരുടെ നല്ല വേണ്ട. ഉമ്മ ഇങ്ങനെ പൂമ്പത്തിരിക്കുമ്പോ 4 ദിവസം ആൺകുട്ടികളല്ലേ സൈക്കിൾ ഒത്തിരി വരും. നോക്കിയാണ് കുട്ടി കത്തോട് എത്താൻ വരും കളെ. എന്താണ് ഈ കുട്ടി ഇമ്മോട് ദേഷ്യപ്പെട്ടൊക്കെ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. 6 മാസത്തിലും 8 മാസത്തിലും 1 വയസ്സിലും ഒക്കെ അവൻ മന ചെല്ലപ്പെട്ടി കാണൂല, മന കൊട കാണൂല, കൊട ചെരുപ്പൊന്നും കാണൂല. നിങ്ങൾ അത് ആ ഉമ്മയെ സ്നേഹിച്ചെങ്കിൽ മാത്രമാണ് ആ പേരക്കുട്ടി നിങ്ങളുടെ ഇഷ്ടപ്പെടുള്ളൂ. ആ കുട്ടിയുടെ ഉമ്മയാണ്. അങ്ങനെ ഒരുപാട് മെക്കാനിസം പഠിപ്പിക്കാണ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഭർത്താവിന് സ്നേഹം ലഭിക്കണമെങ്കിൽ മരുമകൾ ഭർത്താവിന്റെ ഉമ്മയാണ് സ്നേഹിക്കേണ്ടത്. അത് പഠിക്കണം. മകൻ വരുമ്പോ അമ്മായിമ്മ പറയണം മകനോട് എടാ എന്റെ ഭാഗ്യം എനിക്ക് മകളെ കിട്ടിയത് എന്ന് പറയുമ്പോഴാണ് മകന് ഭാര്യയോട് പ്രണയം വരുള്ളൂ. നേരെ മറിച്ച് അവളെ കുറ്റങ്ങാൻ മകൻ കേട്ടോ അന്ന് മുറിലേക്ക് മൂഡൌട്ടായിട്ട് വരുന്നതാണ്. അവ കുറച്ച് പിടിച്ചെടുത്തു. പിന്നെ ഒരു ഭാഗത്ത് ഭാര്യ വേണോ ഉമ്മ വേണോ. ചിലപ്പോ കോട്ടേഴ്സ് താമസാക്കുന്ന നാട്ടിൽ പറയാ എന്റെ പെണ്ണു വാക്കിട്ട് കോട്ടേഴ്സ് എടുക്കേ അതിന് അസ്വസ്ഥ അവസരം ഭർത്താവിനെ കിട്ടും. പക്ഷേ ഭർത്താവിന് മനസ്സ് കിട്ടൂല. ഒരിക്കലും ദമാമിൽ ക്ലാസ് ഇതുപോലെ ക്ലാസ്സിന് ശേഷം ഒരു ഭർത്താവിന് പറഞ്ഞു ആ വാപ്പനെ കരഞ്ഞ് പറയാണ് സാറേ ഞാൻ ഭാര്യ വരെ കൂടുന്നു ദമാമക്ക്. എന്റെ വാപ്പ കാരണം പറഞ്ഞ ഓർമ്മയുണ്ട്. എന്റെ വാപ്പ സാധാരണ കല്ല് വെട്ടുകാരനായിരുന്നു. ഞാൻ മമ്പാട് കോളേജിൽ പോകുമ്പോൾ എന്നും വാപ്പന് കൊട്ടറുപ്പിയ റോയൽ നീസ് എടുത്തിരിക്കുക രാവിലെ സീറ്റിക്ക് ബസ്സിനെ അങ്ങനെ നടത്തിയ എന്റെ അപ്പ എന്നെ. ഇന്ന് ഞാൻ പെരണ്ടാക്കി വീടിന്റെ അടുത്ത് എന്റെ ഭാര്യക്ക് പറ്റില്ലെങ്കിൽ അമ്മ ഉണ്ടാണെന്നോട്ടെ അവസരം ഓളം നാട്ടിൽ ഞാൻ പെരക്ക് നിറട്ടു. ഇന്ന് എനിക്ക് ആകെ പ്രമേയം പ്രശ്നം വന്നു. ഇന്ന് ഞാനും ഭാര്യയും ഇവിടെ ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ. 2 വർഷമായി ഞാൻ എൻ്റെ വാപ്പാക്കും മാക്കും ഒരു ഫോൺ കാൾ വരെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. ആ പറഞ്ഞതിനൊക്കെ അറിയാം. കാരണം ഞാൻ വിളിക്കേണ്ട ഭാര്യക്ക് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും അച്ഛനാണ് ഞാൻ മുമ്പ് വിളിക്കുന്നില്ല. അന്ന് എന്റെ വാപ്പ ചെറുപ്പകാലത്ത് കോളേജിൽ പഠിക്കുമ്പോൾ കല്ലുവെട്ടുകാരനായ മനുഷ്യനതാ എനിക്ക് എന്നും എൻ്റെ ആളോട് കൊട്ടുറുപ്പ് തരുന്നു. റോയൽസ് മോനെ പഠിക്കാതിതാകട്ടെ അങ്ങനെ പഠിച്ചു വലുതാക്കി എന്നെ ഇന്ന് ഞാൻ 2 വർഷമായിട്ട് പോലും ഒരു ഫോൺ കാൾ പോലും വിളിക്കാത്ത അവസ്ഥയിലെത്തി. ഇപ്പൊ എന്തായി? നമ്മൾ സ്വന്തം കൈവശപ്പെടുത്തി ദുബായിലെത്തി അല്ല ദമാമിലെത്തി ഭർത്താവിന്റെ കൈ പെല്ലെടുക്കി പെര വേറെ ഉണ്ടാക്കി വേണ്ടാന്ന് വേറെ പോലെ പെര അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തില്ല ഭർത്താവിന് കൊളസ്ട്രോളും മീക്കവാറും കുറച്ച് കഴിയുമ്പോഴത്തേനും വിധമായിട്ട് പോരാടുന്നത്. നമ്മൾ ജയിച്ചു തോന്നില്ല നമ്മള് ഇല്ല. അവിടെ നിങ്ങൾ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഭർത്താവിന്റെ ഉമ്മയിലൂടെ ഉപ്പയിലൂടെ മാത്രമാണ് ഭർത്താവിനെ കൈവശപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടുകയില്ല. അയാളെ പൈസ കിട്ടിയേക്കാം, അയാളെ മനസ്സ് കിട്ടുക. അയാളെ വളർത്തിയതാണ്. ചെറുപ്പകാലത്ത് ഓരോ 25-26 കൊല്ലം കഷ്ടപ്പെട്ട് വളർത്തിയ പഴയ കാലത്ത് അറിയാലോ ആരാണ് അമ്മായിമ്മ.
നോക്കിങ്ങള് 10 മാസം ഗർഭം ധരിച്ച് പ്രസവിച്ച് അകത്ത് വെള്ളമെല്ലാം വെളിച്ചെല്ലാം ഇടങ്ങാറുന്ന അവസ്ഥയില് മുറ്റത്തേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അതാ അമ്മായിമത എടുത്തെടുക്കുന്നു. അന്ന് എന്റെ അമ്മായിമത പൊന്തലേക്ക് പോകുമ്പോൾ എടുത്തില്ലെങ്കിൽ എന്റെ ഭർത്താവ് ഒറ്റക്കണ്ണനാണ്. അതാ കിണറ്റിലേക്ക് പോകുന്നു വികൃതിക്കാൻ എന്റെ ഭർത്താവ് ഭർത്താവ് കിണറ്റിനടുത്തേക്ക് പോകുന്നു. അന്ന് എന്റെ അമ്മായിമത പൊക്കി എടുത്തുകൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഒന്ന് വീണിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടാകാം. 1ാം ക്ലാസ് ചേർത്തപ്പതാ എന്റെ അമ്മായിമ്മ എന്റെ ഭർത്താവിന് ABC പഠിപ്പിച്ചു കൊടുത്തത്. അന്ന് എന്റെ അമ്മായിമ്മ പഠിപ്പിച്ചത് എന്റെ ഭർത്താവ് പൊട്ടനാണ്, എഞ്ചിനീയർ ആവില്ല, ഡോക്ടർ ആവൂല. അങ്ങനെ അമ്മായിമാര് പോസ്റ്റ് എടുത്തോ കാണികള്. അപ്പോഴാണ് അമ്മായിമാരെ കെട്ടിപ്പിടിക്കാൻ തോന്നുക. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന ഭർത്താവ് ഇപ്പൊ നല്ല 8,000-10,000 റിയാൽ ശമ്പളം, നല്ല ഡോക്ടർ എഞ്ചിനീയർ മാഷൊക്കെ ആയതുള്ളൂ. പക്ഷെ ഒരു കാലമുണ്ട് അതിന്. അതുകൊണ്ട് ആ ഉമ്മയിലൂടെ ഞാൻ പറയാണ്ട് മരുമകൾ എപ്പോഴും അമ്മായിമാരുടെ അടുത്തിരുന്നിട്ട് പഴയ കഥകൾ പറഞ്ഞു കൊടുത്ത്, അമ്മായിമാരുടെ ഡ്രസ്സ് അലക്കി കൊടുത്ത്, പെയിന്റ് അടിച്ചു കൊടുത്ത്, ചിറ്റുണ്ടെങ്കിൽ കഴുകി കൊടുത്ത്, മൈലാഞ്ചിട്ട് കൊടുക്കുന്ന അവസ്ഥയിൽ മാത്രമേ നിങ്ങൾക്ക് അമ്മായിമാരെ കൈവശപ്പെടുത്താൻ കഴിയൂ. അതേപോലെ കല്യാണം കഴിഞ്ഞ് പുതുവെണ്ണ് നമ്മളെ വീട്ടിലേക്ക് വന്നാൽ ആദ്യത്തെ ഒരു മാസം മരുമകളെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്ന അമ്മായിമ ആയിരിക്കണം. മരുമകളെ ഡ്രസ്സ് അലക്കി അമ്മായിമാരെ കൈക്കൊക്കി കഴിഞ്ഞ് നോക്കട്ടെ എങ്ങനെയുണ്ട്. ആരും കൈക്കൊണ്ടിട്ടില്ല. പകലിൽ തോന്നണ്ടേ സാറേ, ഞാൻ B.Ed പഠിച്ച പെൺകുട്ടി കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ ഞാൻ അരക്കാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എന്റെ അമ്മായിമ്മ കൊടുന്നു ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ഒരുപാട് തുണി പുതപ്പൊക്കെ എന്റെ മുമ്പിൽ ഇട്ടു എന്ന് പറഞ്ഞു. ഇവിടെ തിന്നാൻ കിട്ടുന്ന നല്ലോ പണിയിട്ടുണ്ടെന്ന് തിരുമ്പിക്കോ. സാറ് തിരുമ്പിന് മടി ഉണ്ടായിട്ടല്ല, ആദ്യ ദിവസം തന്നെ എന്റെ അമ്മായിമ്മ വാക്ക് തിരിക്കാൻ വീട് വേണ്ടെന്നാണ്. അപ്പൊ ആദ്യം ഒരു പെണ്ണ് വരുമ്പോൾ രാജ്ഞിയായിട്ടാണ് വരേണ്ടത്. ഒപ്പനപ്പാട്ടും പാടി വരുമ്പോൾ അയൽവാസികൾ വരെ അവളെ നല്ല രീതിയിലാണ് വളർത്തേണ്ടത്. നമ്മുടെ നാട്ടിൽ പോകുന്ന അവളെ കുട്ടികളാണ് തറവാട്ടിൽ മുറ്റത്ത് കളിക്കേണ്ടത്. ഈ റോഡിലൂടെ സൈക്കിളിൽ പോകേണ്ടത്, ഈ റോഡിലൂടെ ബൈക്കേറ്റ് പോകേണ്ടത് നമ്മളെ കുട്ടിയാണ്, നാട്ടിലത്തെ കുട്ടിയാണ്. ആ ബോധം നാട്ടുകാർക്ക് വേണം. അതുകൊണ്ട് ഈ ഉമ്മ ആ കുട്ടിയെ പ്രസവിക്കണമെങ്കിൽ ഉമ്മ നന്നാകണം, ആ ഉമ്മയെ വളർത്തണം. അയൽവാസികളും കുടുംബക്കാർ നാട്ടുകാരൊക്കെ അവിടെ കുറ്റ കുറവോ. എന്നോട് ഒരു സ്ത്രീ പറഞ്ഞു, സാറെ ഞാൻ പുതിയണ്ണായി വന്ന ആദ്യമായിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പൂമത്തിരിക്കാൻ പുതിയണ്ണായിട്ട് എന്റെ അമ്മായിമാരെ നാവ് ഞാൻ കേട്ടു, പെണ്ണ് നിറം കമ്മിയാണ്. അതുകൊണ്ട് ഞാൻ കേട്ടു എന്റെ നാത്തൂന്റെ നാവിൽ നിന്ന് പെണ്ണ് നിറം കമ്മിയാണ്. സാറെ ഞാൻ സ്നേഹിച്ച് ഒളിച്ചോടി പോകുന്നല്ല, സാധാരണ രീതിയിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടൊക്കെ കണ്ട് പരിചയപ്പെട്ട് വന്നു തന്നെയാണ്. ആദ്യ ദിവസം തന്നെ ഭർത്താവിന്റെ പൂമത്തിരിക്കുമ്പോൾ പുതുപെണ്ണിന്റെ ഡ്രസ്സ് പോയി അഴിച്ചിട്ടില്ല. പിന്നെ ആ ചെവിയിലൂടെ കേൾക്കുകയാണ് പെണ്ണ് നിറമില്ല എന്നുള്ളത്. ഓർത്തുന്ന പറഞ്ഞത് നമ്മളെ വീട്ടിലേക്ക് ഏറ്റവും തന്റെ കാക്കക്കും തേങ്കുഞ്ഞ് പൊന്നുന്ന രീതിയിലാണ് മരുമകളോട് പെരുമാറേണ്ടത്. അവളുടെ സ്വഭാവങ്ങളും നിറമൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവളാണ് ഏറ്റവും നല്ലത്. ആ ബോധത്തോട് വളർത്തുമ്പോഴാണ് അവൾക്ക് മനസ്സമ്മാനം കിട്ടും. അപ്പോൾ നല്ല കുഞ്ഞ് ലഭിക്കുകയുള്ളൂ. ഈ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ല കുട്ടികൾ തറവാട്ടുണ്ടാവുകയുള്ളൂ. അല്ലെ അവിടെയാണ് നമ്മൾ നല്ല കുട്ടികൾ നല്ല തറവാടാകുന്നതാണ്. തറവാട് നോക്കുന്നതാണ് പോലെ മതമാണ് നോക്കേണ്ടത്. അത് നമ്മളാണ് സൃഷ്ടിച്ചെടുക്കേണ്ടത്. ഞാൻ സമാപിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ എണ്ണി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ നേരമില്ലല്ലോ, അറിയാലോ. പിന്നെ പല സ്റ്റേജിലെ ആളുകളുമാണ്. ഇന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഭർത്താവ് ഗൾഫിലുണ്ടാവും. ചിലപ്പോ കൂടുതൽ വിളിക്കരുതേ, നിങ്ങളിതാ കേൾക്കണം, ഞാൻ കേട്ടു നിങ്ങൾ നന്നാണെന്ന് പറഞ്ഞത് കുറ്റപ്പെടുത്തരുതേ. എനിക്ക് എന്തെങ്കിലും നന്നാകാണ്ടോ വളരെ ശ്രദ്ധിക്കാം. ചില ഭർത്താക്കന്മാർ കേട്ടിട്ടുണ്ടാവും എനിക്ക് കേൾക്കേണ്ട കാസ് എന്ന് പറഞ്ഞു ചെയ്യരുത്. ഞാൻ എവിടെയെങ്കിലും ശരിയാക്കേണ്ടതുണ്ടോ സ്വയം ചിന്തിക്കുക. നമ്മളത് മാറ്റത്തിന് തയ്യാറാക്കുക. ഒരു പണിയില്ല, ഡു യു സ്പെൻഡ് ടോക്കൻ പണിയിൽ ഭാര്യ ഭർത്താവും പ്രാകൃതത്തെ മക്കൾ ഒരുമിച്ച് ഇരിക്കുക. ദിവസം 20 മിനിറ്റ് നിങ്ങൾ സ്വയം ചോദിച്ചാൽ മതി, എന്റെ സമയത്തിലെ കുറവുണ്ടോ മോളെ. ഭാര്യയോട് ചോദിക്കാം, ഭാര്യ ഭർത്താവോട് ചോദിക്കാം, മക്കളോട് ചോദിക്കാം, അങ്ങോട്ട് മക്കൾ ഇങ്ങോട്ടും ചോദിക്കാം. നമ്മൾ തീരുമാനിക്കണം. ഹാസിബു കബലൻ വാസവ ഖലീഫ ഉമർ പറയും. ഖുർആൻ പറയുന്നത് സ്വയം മാറ്റത്തെ ഇതേപോലെ അല്ലാഹു അവരെ മാറ്റുകയില്ല. അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പ് ഉണ്ടാകാനുള്ള തുടക്കം എന്ന രീതിയിലാണ് നിങ്ങൾ കുടുംബ സംഗമമായി എങ്കിൽ നമ്മൾ ധന്യയായി. അല്ലാതെ അല്പം കൂടി തിരിഞ്ഞു രസം പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നല്ല കുടുംബത്തെ പ്രദാനം ചെയ്യുമാറാട്ടെ, നല്ല മക്കളെ പെരുമാറാട്ടെ, നല്ല മാതാപിതാക്കൾ പെരുമാറാട്ടെ, നല്ല ബന്ധങ്ങൾ നല്ല സുഖമാകട്ടെ. കുടുംബബന്ധം മുറിച്ചെങ്കിൽ പെട്ടെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു നമുക്ക് എല്ലാവരും സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم. ചെറിയൊരു ബ്രേക്കിൽ ചായ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കുടുംബത്തിലെ കടന്നവന്മാരെ, അതുപോലെ ബാലബുക്കളിലെത്തിയ സ്ത്രീകളെ, ഉമ്മമാരെ എല്ലാവരും നമ്മുടെ ഈ പരിപാടിയോടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന്
എന്തോ ഉദ്ദേശം ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെങ്കിലും കിട്ടുമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവരും എത്തിയത്. അത് തന്നെയാണ് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യവും. എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്ന നല്ലൊരു കാര്യം അത് ഇതിലൂടെ ആകുമ്പോൾ അത് വളരെയധികം നമുക്ക് സന്തോഷമുണ്ട് എന്നുള്ള ആ ഒരു മഹത്തായ ഒരു ബുദ്ധിയോടെ തന്നെയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നമുക്ക് നമ്മുടെ വിഷയമായി ഇവരുമായി കുടുംബവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. അതിൽ വളരെ പ്രധാനമായി ഒരു ഡോക്ടർ ഇവിടെ പറഞ്ഞത് അല്പമെങ്കിലും ചെറിയ ഒരു സൈക്കോളജിക്കൽ മാറ്റി അഥവാ ഒരു മനഃശാസ്ത്രപരമായ ഇടപെടൽ അത് രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് എന്ന ഒരു കാര്യമാണ് വളരെ പ്രധാനമായ വിഷയം. കാരണം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കുട്ടികളിൽ നിന്നൊക്കെ നാം കണ്ടുവരുമ്പോൾ അവർ പർവ്വതീകരിച്ചുകൊണ്ട് അവരെ മറ്റു തരംതാഴ്ന്ന രൂപത്തിലുള്ള ഒരു വിഷയം ആ ഇടപെടൽ അത് തീർത്തും ശരിയല്ല. അത് നാം ഓരോരുത്തരും ഒഴിവാക്കേണ്ടതാണ്. മറ്റു തീർത്തു കഴിയേണ്ട ഒരു കാര്യമാണ് എന്നതാണ് വളരെ കാതലാവശ്യം. നമുക്കൊരു മിസ്റ്ററി ഇവിടെ ഹിറ്റ്ലറിന്റെ ഹിസ്റ്ററി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ തന്നെ രക്ഷിതാക്കൾ കൊടുത്താണ് ആ ഒരു നെഗറ്റീവ് മൈൻഡ് അത് വളർന്നു വലുതായി ഒരു സമുദായത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആ കുട്ടിയിൽ നിന്ന് ഉടലെടുത്തു. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു മൈൻഡാണ് നമുക്കറിയാം. ബൾബ് കണ്ടുപിടിച്ച ആ ഒരു എഡിസൺ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, അദ്ദേഹം സ്കൂളിൽ പോയിരുന്ന സമയത്തൊക്കെ ഒരു അക്ഷരം പഠിക്കുന്നത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് 1ാം ക്ലാസ്സിൽ അന്നത്തെ കാലത്ത് അദ്ദേഹം 7 വർഷം പഠിച്ചു എന്നാണ്. അതൊക്കെ ഇഷ്ടരേക്ക് കേട്ട ചരിത്രമൊക്കെ ഉണ്ട്. 7 വർഷം അന്നത്തെ 1ാം ക്ലാസ് ഒരു പഠിക്കാൻ വേണ്ടി അധ്യാപകന് കഴിഞ്ഞില്ല. അത് ലാസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നത് തന്റെ മാതാവാണ്. എന്തൊക്കെയോ ചില ട്രിക്കുകളും അതുപോലെയുള്ള തന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നത് മാതാവാണ്. എന്നാൽ ഒരു ദിവസം ഈ എഡിസൺ തന്നെ അദ്ദേഹത്തിന്റെ ടീച്ചർ ഒരു കത്ത് എഡിസന്റെ അടുത്ത് കൊടുത്തു വിടുകയാണ്. എന്താണ് ആ കത്തിൽ ഉള്ളത്? ഇത് നീ വായിക്കരുത്, നിന്റെ ഉമ്മാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാണ് എഡിസന്റെ അടുത്തൊരു കത്ത് കൊടുത്തിറക്കിയത്. അപ്പൊ ആ കത്തിലുള്ളത് നിങ്ങളുടെ മകൻ തീരും പഠിക്കാത്ത ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഇനി നാളെ മുതൽ സ്കൂളിൽ പറഞ്ഞേക്കണ്ട, ഇവനെ വേറെ എവിടെയെങ്കിലും ചേർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് എഴുതി ഉമ്മക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. എന്നാൽ ഈ കത്ത് നേരെ ഉമ്മക്ക് കൊടുത്തു. ഉമ്മ അത് വായിച്ചു. മനസ്സിൽ വിഷമമുണ്ടെങ്കിലും പക്ഷെ ആ വിഷമം തന്റെ മകനെ അറിയിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി, പക്ഷേ കുട്ടിക്ക് അറിയണം എന്താണ് ഇതിൽ എഴുതിയത് എന്ന്. അങ്ങനത്തെ ഈ ഉമ്മ വലിയ ഒരു മനഃശാസ്ത്രം പ്രയോഗിക്കുകയാണ് അവിടെ. എന്താണ് ഉമ്മ പറഞ്ഞത്? നിന്റെ മാസ്റ്റർ എഴുതി കൊടുത്തയച്ചത്, നീ ഒരു വലിയ മനുഷ്യനാണ്, നിനക്ക് പഠിക്കാൻ ഈ സ്കൂൾ പോരാ, നിന്നെ ഏതെങ്കിലും വലിയ ഒരു സ്കൂളിൽ ചേർക്കണം, ഇനി നാളെ മുതൽ ഈ സ്കൂളിലേക്ക് നീ വരണ്ട എന്നാണ് നിന്റെ മാസ്റ്റർ ഈ എഴുതിയതല്ല ടീച്ചർ എഴുതിയെന്ന് പറഞ്ഞപ്പോ ആ കുട്ടികൾ വലിയ ആവേശമായി. ആ ഒരൊറ്റ വാക്കിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി വികാസം ഉയരുകയും ഇന്നിപ്പോ നമുക്കറിയാം എഡിസൺ എല്ലാ ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം. അദ്ദേഹം ഒരു ബൾബ് കണ്ടുപിടിച്ചു. ആദ്യമായി തന്നെ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടി ആ ഒരു ബൾബ് കത്തിക്കുന്ന രംഗം ഇന്ന് വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് തന്നെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു കൂട്ടിയ കത്തിക്കാൻ നിൽക്കുമ്പോൾ സുഹൃത്തിന് കഴിക്കുന്ന ബൾബ് വീണ് പൊട്ടിപ്പോയ ചിത്രങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പൊ ഏതായാലും കുടുംബജീവിതത്തിന് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ് നമുക്ക് അല്പമെങ്കിലും ആ പെട്ടെന്നുള്ള ആ ഒരു പ്രതികരണം. അത് വളരെയധികം അത്യാവശ്യം. എല്ലാവർക്കും അറിയാം, റൂൾ ബൈ ലവ് ആൻഡ് നോട്ട് ബൈ ഫിയർ. നാം ഭരിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ്. അത് ഭയം കൊണ്ട് ഭരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടായ കുറെ കാര്യങ്ങളോട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്കിതുപോലെ ഒത്തുകൂടേണ്ടതുണ്ട് എന്നാണ് താര ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി പലവിധ ആളുകളും സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, അത് സാമ്പത്തികമായ നിലയ്ക്ക് സഹകരിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു റഹ്മായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും ഇതുപോലെയുള്ള
ഇപ്പൊ ഇവിടെ പറഞ്ഞു 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങളിൽ ടച്ച് ചെയ്തുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. പക്ഷെ ഇത് ഓരോ വിഷയത്തിന് മാത്രം അദ്ദേഹം പറഞ്ഞു. ഓരോ വിഷയത്തിന് മാത്രം ഇതിന് 1.5 മണിക്കൂർ വെച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ശരിക്കും എന്റെ വഴിക്ക് വരും. അത് വലിയ പോയിന്റാണ്. കുടുംബജീവിതത്തിന്റെ വിജയത്തിന് പ്രധാനമായ വളരെ പ്രസ്തായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. 1.5 മണിക്കൂർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഒന്നും സംഭവിക്കൂല. ഇൻഷാ അല്ലാഹ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യവും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പരിപാടിക്കായി സഹകരിച്ച നമ്മുടെ ഇന്നിപ്പോ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചായയൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വകയായിട്ടും അതുപോലെ പന്തൽ ഐറ്റംസ് ഈ സ്ഥലം നമ്മുടെ ചെയ്താക്കാൻ ആലോചിച്ചിരുന്നു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പല ആളുകളും ഇതിനു വേണ്ടി സഹകരിച്ചവരുണ്ട്. നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ വിദേശത്തേക്ക് പോകുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ആ ഒരു ഉയർച്ചക്കും തന്റെ മക്കള് നമ്മുടെ ഉപ്പ ഉമ്മ കുടുംബം അവർക്കൊരു സ്ഥായിയായ വരുമാനം നല്ലൊരു സുഖജീവിതം കിട്ടാൻ വേണ്ടിയാണ് പ്രവാസ ലോകത്തേക്ക് പറക്കുന്നത്. എന്നാൽ അവരുടെയൊക്കെ ആ ഒരു ചെറിയ അവർക്ക് ലഭിക്കുന്ന തുച്ഛ വരുമാനം അതെല്ലാം അവർ ഇതിനു വേണ്ടി പ്രയോഗിക്കുകയാണ്. ഇതിനു വേണ്ടി അവർ അകമഴിഞ്ഞ് സഹായിക്കുകയാണ്. പല ആളുകളും വലിയ സംഖ്യകളൊക്കെ ഈ നമ്മുടെ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തവരാണ്. അല്ലാഹു തആല എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. ഇതിനെല്ലാം പ്രതിഫലം അള്ളാഹു അവരുടെ ജീവിതത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ നിങ്ങൾ എല്ലാവരും നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പ്രായമായവർക്ക് വേണ്ടിയും എല്ലാവരും പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വളരെ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഇവിടെ എത്തിയ ദൂരെ ദിക്കുന്നൊക്കെ വന്ന ആളുകളുണ്ട്. നമ്മുടെ കുടുംബക്കാര് ഒരു ജില്ലയിൽ നിന്നും മറ്റു ജില്ലയിലേക്ക് കൂടേറിയ എന്നൊക്കെ നമ്മൾക്ക് സാഹിത്യത്തിൽ പറയുമെങ്കിലും പക്ഷെ നമുക്കൊന്ന് വിളിച്ചപ്പോത്തിന് എല്ലാവരും കൂടെ എത്തി. ഇത്ര ആളുകളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ വന്നതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും വിളിച്ചാൽ വരണം എന്നാണ് ഇനിയും പറയാനുള്ളത്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും സലാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്നുകൂടെ നമ്മളെല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ക്ലാസ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും അറിയിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിപ്പോ 2, 3, 4, 5 ദിവസങ്ങളായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അത്യാവശ്യം നമ്മുടെ സ്കൂൾ പഠനകാലങ്ങളെ കുറിച്ച് അത്യാവശ്യം മൈൻഡിലെത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു പ്രോത്സാഹനം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞ് ഉടനെ എല്ലാവർക്കും തിരിഞ്ഞു പോവാം. പിന്നെ അതുപോലെ ചെറിയൊരു ആരോഹണ ചടങ്ങുമുണ്ട്. അത് കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും പോയി ചായന്റെ തിരക്കിലാകുമ്പോൾ അതാണ് കഴിഞ്ഞോട്ടെ. Good idea.